അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് പി ജെ അവറുകളാണ്. അസാധാരണമായ ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കണം. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങൾ കേട്ട ശേഷം സമാന ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ നിങ്ങളുടെ അറിവിലുണ്ടാവും. അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കൊരു വിടുതലിന് കാരണമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിക്കൂ. അതുപോലെ ഞങ്ങളെ ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയക്കും. ഫോൺ കോൾ വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് പി ജെ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അരോമ ടി വി പ്രോഗ്രാമിലേക്ക് കർത്താവിന്റെ സാക്ഷ്യം പറയുവാൻ എന്നെ വിളിച്ച ചാനലിൽ അഡ്മിൻ ആയിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾക്ക്, കൂടെയുള്ള എല്ലാ സഹപ്രവർത്തകർക്കും ക്രിസ്തുയേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ജനങ്ങൾക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഈ സാക്ഷ്യം കേൾക്കുന്നത് മുഖാന്തരമായി എന്നെ ശ്രദ്ധിക്കുന്ന ആളുകൾ വേദനയോടെ, ദുഃഖത്തോടെ, നിരാശയോടെ, ഭാരത്തോടെ ആയിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സാക്ഷ്യം അവർക്കൊരു ബലവും ശക്തിയും കരുത്തും വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാനൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാരംഭമായി ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അരോമ ടി വിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു സഹോദരി മുഖാന്തരമാണ് ഞാൻ അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ പ്രവർത്തനം അനേകം ആളുകൾക്ക്, ക്ഷീണിച്ചിരിക്കുന്ന, തളർന്നുപോയ ഒട്ടനവധി ആളുകൾക്ക് ബലമായി, ശക്തിയായി മാറുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ജീവനുള്ള സാക്ഷ്യങ്ങൾ, ദൈവപ്രവൃത്തികളെ കേൾക്കുവാനായിട്ട് ഇത് മുഖാന്തരമായി ഇടയായി തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അരോമ ടി വി ചാനൽ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. ഇത് എല്ലാ നടത്തിപ്പിനായിട്ടും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനേകരുടെ സാക്ഷ്യങ്ങൾ ഇതിലൂടെ അനേകരെ കേൾപ്പിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതെല്ലാം അനേകർക്ക് ആശ്വാസമായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായിട്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പാസ്റ്റർ തോമസ് പി ജെ. എനിക്ക് എൻ്റെ ഭാര്യ ഉഷ തോമസ്, ഞങ്ങൾക്കൊരു മകളുണ്ട്, ഫെബീന തോമസ്. ഞങ്ങളിപ്പോൾ കോഴിക്കോട് താമസിച്ച് സുവിശേഷ പ്രവർത്തനത്തിൽ മുന്നിട്ട് വരികയാണ്. ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇന്ത്യ ദൈവസഭയുടെ കോഴിക്കോട് സെൻട്രലിൽ അതിൻ്റെ കീഴിൽ ഫറൂഖ് എന്ന സ്ഥലത്താണ് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത്. ഒരു പുതിയ പ്രവർത്തനമാണ്. ഇതുവരെ ഒരു സഭ ആയി വന്നിട്ടില്ല. ആളുകൾ വരുന്നുണ്ട്. പ്രാർത്ഥനകളൊക്കെ തുടങ്ങി ആളുകൾ ഒന്നും രണ്ടുമായി കുടുംബങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു കൂടിവരവ് കൃത്യമായിട്ട് ആയിട്ടില്ല. എങ്കിലും ദൈവം അത്ഭുതകരമായി നടത്തുന്നു. കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഞങ്ങൾ വയനാട്ടിൽ ചന്നലോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും. എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ അപ്പനും അമ്മയും ഞങ്ങൾ 10 മക്കളാണ്. 6 ആണും 4 പെണ്ണും. അതിൽ പിതാവ് നിത്യയിൽ ചേർന്നിട്ട് ഇപ്പോൾ 10-20 വർഷമായി. ബാക്കി അമ്മയുണ്ട്. ഞങ്ങൾ 6 സഹോദരന്മാർ. 10 മക്കളിൽ 5 പേര് സുവിശേഷ വേലയിലാണ്. ഒരു സഹോദരനും കുടുംബവും മാത്രം രക്ഷിക്കപ്പെടാത്തവരുണ്ട്. അതാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ വൈഫിൻ്റെ വീട്ടിലും അവർ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു സഹോദരിയാണ്. അപ്പനും അമ്മയും
5 മക്കളുമാണ്. അതിൽ 3 പേര് അപ്പനും അമ്മയും 3 പേരും വിശ്വാസത്തിലാണ്. ബാക്കി രക്ഷിക്കപ്പെടാനായിട്ട് ഉണ്ട്. അവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് സഹായിക്കും. ഞങ്ങളുടെ ജീവിത പശ്ചാത്തലം അങ്ങനെയാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഞങ്ങൾ സാമ്പത്തികമായിട്ട് അത്ര ഉയർന്ന നിലവാരം ഉള്ളതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തിക ഭദ്രത കുറവുള്ളത് കൊണ്ട് കൃത്യമായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതിന് സാധിച്ചില്ല. +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് കഴിയാതെ പോയ ഒരു അവസരമുണ്ടായി. എന്നാൽ അതിനുശേഷം ഞാനും എൻ്റെ സഹോദരനും ഞങ്ങൾ കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ കൃഷിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ നാളുകളിൽ അനേക ദേവദാസന്മാരിങ്ങനെ വീടുകളിൽ വിസിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വീടും വിസിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയും, സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ട്, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം എന്നൊക്കെ പറയുമായിരുന്നുവെങ്കിലും ഞാൻ അതിനെ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ കുറെ നാളുകൾ മുമ്പോട്ട് പോയി. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ദേവദാസൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ നിരസിക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു കസിനാണ്. അതുകൊണ്ട് എനിക്ക് നിരസിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ഒരു ജൂൺ മാസം 17-ാം തീയതി 1997 ജൂൺ മാസം 15-ാം തീയതി നോർത്തിൽ ഇൻഡോറിലുള്ള ബൈബിൾ കോളേജ് എനിക്ക് അഡ്മിഷൻ ശരിയാക്കി എന്നെ കൂട്ടാനായിട്ട് വരുമ്പോൾ അദ്ദേഹം വരുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് പോയി. 3 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അദ്ദേഹം വന്ന് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാനില്ല. അദ്ദേഹം ഒത്തിരി കരയാനൊക്കെ ഇടയായിരുന്നു അമ്മ പറഞ്ഞു. കരഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ പോയി. അന്ന് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ തെങ്ങിന് ചുവട്ടിൽ ചവറും വളമൊക്കെ ഇടുന്നതിന് വേണ്ടി പണിയെടുത്ത് മുന്നോട്ട് വന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാനൊരു മരത്തിൻ്റെ മുകളിൽ കയറുന്ന സമയത്ത് ഏണി ഒടിഞ്ഞു പോയി താഴെ വീണു. അങ്ങനെ താഴെ വീണു. എൻ്റെ അടുത്ത കയ്യിൽ ഒരു കമ്പ് കുത്തി കയറി ഇപ്പുറം വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ കിടന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു, കർത്താവേ എന്താണ് ഇങ്ങനെ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. പിന്നെ ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം എന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചൊരു തീരുമാനമെടുത്തു. സുഖമായി പുറത്ത് വന്നതിന് ശേഷം പിന്നെയും പഴയ രീതിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഞാനും എൻ്റെ സഹോദരനുമാണ് കുടുംബത്തിൻ്റെ ഒരു അത്താണിയായി നിലനിന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ രക്ഷിക്കപ്പെടുന്നത് 97-ലാണ്. 1997 ജൂൺ മാസം 15-ാം തീയതിയാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അന്ന് രക്ഷിക്കപ്പെടുന്ന സമയത്ത് അതിന് മുഖാന്തരമായത് പായിപ്പാടുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ചില സഹോദരന്മാർ ഞങ്ങളുടെ ഏരിയയിൽ പ്രവർത്തനമായിട്ട് വന്നപ്പോൾ അതിൽ പാലക്കാടുള്ള സത്യൻ എന്ന് പറയുന്ന ഒരു ദേവദാസൻ, അദ്ദേഹവുമായിട്ട് ഞാനിങ്ങനെ സുവിശേഷം സംസാരിക്കാനായിട്ട് ഇടയായി. പിന്നെ അവരൊരു ബൈബിൾ ക്ലാസ് നടത്തി. അതിൽ വെച്ചാണ് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നതും. പിന്നീട് അങ്ങനെ കുറച്ച് ദിവസം പോയപ്പോൾ ദൈവം എന്നെ വ്യക്തിപരമായി സംസാരിക്കുവാനായിട്ട് ഇടയായി. ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു ദൈവശബ്ദം കേട്ടു. ആരെനിക്ക് വേണ്ടി പോകും, ഞാൻ ആരെ അയക്കേണ്ടു എന്നുള്ള ഒരു ശബ്ദം. അത് യെശയ്യാ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിലെ വാക്യാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എഴുന്നേറ്റ് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ദൈവഹിതമാണെങ്കിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാം. പക്ഷെ എൻ്റെ വീട്ടിൽ ഒരു കുറവുകൾ ഉണ്ടാകരുത്. സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, അവരൊക്കെ കുഞ്ഞുങ്ങളാണ്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു കുറവുണ്ടാകരുത്. എൻ്റെ കാര്യത്തിൽ പോയി കഴിയുമ്പോഴും എനിക്ക് എൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിർവഹിക്കണം എന്ന് ദൈവത്തോട് കമ്മിറ്റ്മെന്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ സത്യൻ എന്ന് പറയുന്ന ദേവദാസിനെ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹം പായിപ്പാട് ബൈബിൾ കോളേജിൽ പഠിക്കാനുള്ള സാവകാശം ഒരുക്കി. അവിടെ ദൈവവചനം പഠിക്കാൻ 2 വർഷം അവിടെ ദൈവവചനം പഠിച്ചു. അനന്തരമായിട്ട് ഭോപ്പാലിൽ 1 വർഷം ദൈവവചനം പഠിക്കാനുള്ള സാവകാശം ഉണ്ടായി. അങ്ങനെ ഭോപ്പാലിൽ 1 വർഷം ദൈവവചനം പഠിച്ച് അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന അന്ന് ദൈവ നിയോഗമുണ്ടായി. ഞാൻ നോർത്തിൽ ഛത്തീസ്ഗഡിൽ നാരായൺപൂർ എന്ന സ്ഥലത്തേക്ക് ആദിവാസി മേഖലകളിലേക്ക് സുവിശേഷ പ്രവർത്തനത്തുമായിട്ട് കടന്നു പോകുവാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കുവാനായിട്ടിടയായി.
ഞാൻ അങ്ങനെ തീരുമാനിച്ചു ഒന്നുമല്ല. അന്നത്തെ കാലത്ത് ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട്, രണ്ട് ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല, കത്തടപാടുകൾ മാത്രമാണ്. എങ്കിലും സ്വർഗത്തിലെ ദൈവം അങ്ങോട്ട് അയക്കുമ്പോൾ അതിന് ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങളന്ന് മനസ്സിലാക്കുക. അവിടെ ഒരു ദേവദാസൻ ന്യൂ ഇന്ത്യ ഇവാഞ്ചലിക്കൽ അസോസിയേഷന്റെ കെയർ ഓഫിൽ അവിടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. 15 കുട്ടികളുള്ള ഒരു ഓർഫനേജും ഒരു 8-10 പേര് കൂടുന്ന ചെറിയൊരു കൂട്ടായ്മയും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ 4 സഹോദരന്മാരെ, മലയാളികളായിട്ടുള്ള 4 സഹോദരന്മാരെ ഞങ്ങൾ അങ്ങോട്ട് അയക്കുന്നത്. ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ദൈവം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുവാനായിട്ട് ഇടയായി. ഞങ്ങൾ ചുരുങ്ങിയ കാലം മാത്രമേ എനിക്ക് അവിടെ നിൽക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഞാൻ കേവലം 4 വർഷം മാത്രമാണ് അവിടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ നിന്നത്. അതിനുശേഷം എനിക്ക് പോരേണ്ടി വന്നു. അപ്പൊ ഈ 4 വർഷത്തിനുള്ളിൽ ഞങ്ങൾ 4 മലയാളി സഹോദരന്മാരും പിന്നെ അവിടുത്തെ ലീഡറും അവരുടെ കുടുംബം, അതുപോലെ തന്നെ 10 ഹിന്ദിക്കാർ ആയിട്ടുള്ള ആളുകൾ അവിടുത്തെ സഹോദരന്മാരെയും പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി. അതിന് കാരണമെന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ ഭാഷ ഒരു വെല്ലുവിളിയായിരുന്നു. ഭാഷ എന്ന് പറയുന്നത് ഒന്ന് ഹിന്ദി, ഹൽബി, ഛത്തീസ്ഗഡി ഇങ്ങനെയുള്ള ഭാഷകളാണ് അവിടെ ഉണ്ട്. അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവിടുത്തെ ദൈവദാസനും അവിടുത്തെ പ്രവർത്തനവുമായിട്ട് കുറെ വർഷങ്ങൾ പഴക്കമുള്ളതുകൊണ്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞു തന്നു. പിന്നീട് ഞങ്ങൾ അവിടുത്തെ ഭാഷയൊക്കെ എങ്ങനെ പഠിച്ചു വന്നു. ഹിന്ദി ഞങ്ങൾക്ക് ഭോപ്പാലിൽ നിന്ന് കുറച്ച് മനസ്സിലായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നീട് അത് നന്നായിട്ട് സംസാരിക്കാനൊക്കെ ഇടയായത്. അപ്പോൾ അവിടുത്തെ 4 വർഷത്തെ പ്രവർത്തനം കൊണ്ട് 5 ചർച്ചസുകൾ അവിടെ ആരംഭിക്കുവാൻ ഇടയായി. ഒന്ന് നാരായൺപൂരിൽ ടൗണിൽ അവിടുത്തെ ലീഡർ ഒന്നിന്റെ നേതൃത്വത്തിലുള്ള ഒരു സഭ. അതിൽ ഏകദേശം 100, 150, 200 കൂടുതൽ ആളുകൾ അന്ന് കടന്നു വരുമായിരുന്നു. പിന്നെ 60, 70 അങ്ങനെയുള്ള 5 സഭകൾ, അത്രയും ആളുകൾ കൂടി വരുന്ന 5 ഔട്ട്സൈഡ് ചർച്ചുകൾ. അതുകൂടാതെ 37 ഗ്രാമങ്ങളിലായി 37 പ്രയർ സെല്ലുകൾ ഉണ്ടായിരുന്നു. 37 പ്രയർ സെല്ലുകൾ. ആ പ്രയർ സെല്ലുകൾ കൂടാതെ അവിടുത്തെ പ്രവർത്തനത്തിന്റെ രീതി അനുസരിച്ച് എല്ലാ ഗ്രാമത്തിലും നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് കൊണ്ട് ഓരോ ഗ്രാമത്തിൽ നിന്നും അവിടുത്തെ പ്രവർത്തനത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി ഓരോ കുട്ടികളെ ഓർഫനേജിലേക്ക് എടുക്കും. അങ്ങനെ 65 കുട്ടികളെ അവിടുന്ന് എടുത്തിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഓർഫനേജ്, 5 ചർച്ചുകള്, ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പൊ അവിടെ ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ നക്സലേറ്റിന്റെ ഒരു വലിയ കേന്ദ്രമാണ്. നക്സലേറ്റിന്റെ ഞങ്ങൾ പ്രവർത്തിച്ച മേഖലയിൽ നിന്ന് 5 സ്ഥലങ്ങളിൽ നിന്ന് നക്സലേറ്റ് മുടക്കുവാനായിട്ടാണ്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അവരുടെ ഗ്രാമത്തിൽ എത്തുമ്പോൾ ഗ്രാമക്കാർ ഞങ്ങളെ വിളിച്ചറിയും. അപ്പൊ അങ്ങനെ 5 പ്രയർ സെല്ലുകൾ അവര് മുടക്കി. പിന്നെ വഴികൾ മുടക്കി. പിന്നെ അന്നത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞൊന്ന് വഴിയില്ല എന്നുള്ളതാണ്. നക്സലേറ്റ് അവിടെ ഉള്ളത് കൊണ്ട് റോഡ്, പാലം, കരണ്ട്, കെട്ടിടങ്ങൾ, ഓഫീസുകൾ, ആസ്പത്രികൾ ഇതൊന്നും അവരുടെ ഗ്രാമത്തിൽ വരാനായിട്ട് ഇവര് സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പൊ ഹോസ്പിറ്റലില്ല, നല്ലൊരു ട്രീറ്റ്മെന്റ് ലഭിക്കണമെന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ല. പിന്നെ വാഹനങ്ങളില്ല. മെയിൻ റോഡിലുള്ള വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പൊ ഞങ്ങളൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് സൈക്കിളിലാണ്. അങ്ങനെ എന്തായാലും ദൈവകൃപയാൽ 4 വർഷം കൊണ്ട് 5 ഔട്ട് സ്റ്റേഷൻ ചർച്ചസുകളും ഒരു ഓർഫനേജും 37 പ്രയർസുകളൊക്കെ ആരംഭിച്ചു. അങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ മർക്കവേഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ ഒരു ഔട്ട് സ്റ്റേഷൻ ചർച്ചിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. അപ്പോൾ 2003 സെപ്റ്റംബർ മാസം 7-ാം തീയതി സൺഡേ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 60-ൽ പേരം ആളുകൾ വരുന്ന, അതായത് ബജറംഗദൾ, BJP, RSS ഇങ്ങനെ കുറെ ആളുകൾ ചേർന്ന് ചർച്ചിലേക്ക് കയറി വന്നു. ചർച്ചിലേക്ക് കയറി വന്നിട്ട് അവര് ഇവിടെ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ പറ്റില്ല, ഇത് മതപരിവർത്തനമാണ്, അത് ഞങ്ങൾ സമ്മതിക്കുകയല്ല. പിന്നെ കൂടെ അവിടെ ഇന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകളോട് പറഞ്ഞത് ഇത് യേശു അമേരിക്കക്കാരുടെ ദൈവമാണ്, അമേരിക്കക്കാരുടെ ദൈവം നമ്മുടെ ഗ്രാമത്തിൽ വന്നാൽ നമ്മുടെ ദേവീ ദേവതമാരൊക്കെ നമ്മളെ വിട്ടുപോകും, അതുകൊണ്ട് ഇത് ഇവിടെ അനുവദിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം പുറത്തിറങ്ങി നിൽക്ക്, ഞങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വിദേശിയായിരിക്കുന്ന നീ ഇവിടെ വന്നിട്ട് ഞങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് കുറെ സംസാരമൊക്കെ ഉണ്ടായി. എന്തായിരുന്നാലും അല്പസമയം കഴിഞ്ഞപ്പോൾ വിശ്വാസികളെല്ലാം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ദൈവസന്നിധിയിൽ
പ്രാർത്ഥിച്ചപ്പോൾ അവർ ഹാളിനകത്ത് നിന്ന് പുറത്തു പോയി. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നതൊക്കെ സൈക്കിളിലാണ്. അങ്ങനെ സൈക്കിള് ഇപ്പം 11 മണിയായപ്പോൾ ഞങ്ങൾ ആരാധനയൊക്കെ നിർത്തി. ഞങ്ങൾ സൈക്കിൾ എടുത്ത് പോകാൻ നമുക്ക് സൈക്കിള് ഉപയോഗശൂന്യമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. അതിന്റെ റിമ്മൊക്കെ വളഞ്ഞ് ടയറൊക്കെ കുത്തിപ്പൊട്ടിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. എന്തായിരുന്നാലും ഞങ്ങൾ അവിടുന്ന് നടന്നു വരുന്ന സമയത്ത് ഞങ്ങളെ വിട്ട് പോയിരുന്നില്ല. തൊട്ടടുത്തൊരു വളവുണ്ട്. ആ വളവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ 10-60 ആളുകളും അവിടെ കൂടിയിരുന്നു. എന്നെയും എൻ്റെ കൂടെ രാമനാഥ് എന്ന് പറയുന്ന ഒരു സഹോദരൻ കുടുംബം ഉണ്ടായിരുന്നു. ഞങ്ങളെ രണ്ടായിട്ട് വളഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള സഹോദരനെ ആദ്യം അടിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് നോർത്തിൽ വെച്ചൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ അടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ അടി വീണല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, കുറച്ച് അവലും മലരും ഈ ഗണപതി പൂജയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അത് കഴിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് അടി വീണു. അപ്പം എൻ്റെ ഈ വലത്തെ കണ്ണിന്റെ ഭാഗത്തായിട്ട് പുറകിൽ നിന്ന് ഒരാൾ അടിക്കാനായിട്ടിടയായി. അപ്പം അടി കൊണ്ടപ്പോഴത്തെ എനിക്ക് തലകറങ്ങിപ്പോയി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടി ഇവിടെ വളരെ ക്രൂരമായി എന്നെ അടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്തു. ഞാൻ അബോധാവസ്ഥയിലായിരുന്ന എന്നെ അവരെ അവിടെ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്ത് ഒരു മരത്തിന് ചവിട്ടിക്കൊണ്ട് കിടത്തി. 12 മണിയായപ്പോൾ ഞങ്ങളുടെ വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്തതിന് ആരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന സഹോദരന്മാർ കണ്ടു. അവര് വീട്ടിൽ പോയി മറ്റ് ദൈവാശ്രമന്മാരെയൊക്കെ കൂട്ടി വന്നു. ഞങ്ങള് ടൗണിൽ നാരായൺപൂർ സിറ്റിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 14-15 കിലോമീറ്റർ ദൂരെയാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നെ അവര് വന്ന് ഞങ്ങളെ കൂട്ടി വീട്ടിലെത്തുമ്പോഴേക്കും വൈകുന്നേരം 5-6 മണിയായി. വന്നതിന് ശേഷം നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ഒക്കെ ചെയ്തെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്ത് പെട്ടെന്ന് എൻ്റെ ശരീരത്തിന് പനിയും തലവേദന, പനി, പിന്നെ ഛർദി, പിന്നെ കൈയും കാലും വിറയല്, അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായി. നേരം വെളുക്കാനായപ്പോഴത്തേനും എൻ്റെ ശരീരം മൊത്തം നീര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി. പിന്നെ അവിടെ തൊട്ടടുത്ത് ആസ്പത്രിയില്ല. അവിടെ കാത്തലിക്കാരുടെ ഒരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് എന്നെ അഡ്മിറ്റ് ആക്കി. ഒരാഴ്ച അവിടെ കിടന്നിട്ടും എനിക്ക് BP കുറയുന്നില്ല, ഷുഗർ കൂടി വരുന്നു, അതുപോലെ തന്നെ പനി കുറയുന്നില്ല, വൊമിറ്റിംഗ് കുറയുന്നില്ല, ഒരു ആശ്വാസം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവര് എൻ്റെ ബ്ലഡ് എടുത്ത് അവിടെ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റിനായിട്ട് അയക്കുവാനായിട്ട്. അങ്ങനെ അങ്ങോട്ട് അയച്ച് അവിടുന്ന് റിസൾട്ട് വന്നപ്പോൾ അവര് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കിഡ്നി ഫെയിലായിട്ടുണ്ട് എന്ന് ഡൗട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഇവിടുന്ന് പോയിട്ട് ബിലായിലോ രാജാന്തകാവിലോ ചെന്ന് അവിടുന്ന് സ്കാൻ ചെയ്യണം എന്നൊരു റിപ്പോർട്ട് വന്നു. അപ്പൊ ആ സമയമാകുമ്പോഴത്തേനും ഞാൻ വല്ലാതെ ക്ഷീണിതൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം ഓരോ ദിവസവും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ വന്നു. ശ്വാസം മുട്ടല്, ഛർദി, തലകറക്കം, അങ്ങനെ പല പ്രതിസന്ധികളും അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ കൂടിക്കൂടി വരിക. എന്തായാലും അവിടുത്തെ ദേവദാസനും മറ്റ് സഹ ശുശ്രൂഷകന്മാരും ചേർന്ന് അവിടുന്ന് ഒരു വണ്ടി വിളിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ അലക്സാണ്ടർ പെലിപ്പ് അദ്ദേഹത്തെ വിളിച്ച് വിവരം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചതും ജോലി ചെയ്തതുമായിട്ടുള്ള ഒരു ഫാമിലി ബിലായിലുണ്ട്. അവർക്കൊരു ഹോസ്പിറ്റലുണ്ട്, ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്. എന്നെ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. അവിടുന്ന് ബിലായി പോയി സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, കിഡ്നി രണ്ടും ഫെയിലാണ്, അതുകൊണ്ട് ഇവിടെ അതിനുള്ള ട്രീറ്റ്മെന്റ് ഇല്ല, എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരോട് ദൈവദാസന്മാരോട് പറയുന്നത്, ഇദ്ദേഹത്തെ ഒറ്റയ്ക്ക് വിട്ടാൽ ഏത് സമയത്തും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ശരീരത്തിന് നല്ല സുഖമില്ല, അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്ക് വിടരുത് എന്ന് പറഞ്ഞിട്ട് വേറെ 2 സഹോദരന്മാരെ ചേർത്താണ് ഞങ്ങൾ വിട്ടത്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ട്രെയിനിന് ഞങ്ങൾ കോഴിക്കോട് വന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോയി. തിരിച്ച് പിറ്റേ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന് അവിടെ അഡ്മിറ്റായി. അവിടെ 15 ദിവസം അഡ്മിറ്റായി. 15ാമത്തെ ദിവസം മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തു. എന്നോട് പറഞ്ഞു, ഇനി അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അവര് 2 ഓപ്ഷൻ വെച്ച്, ഒന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രീറ്റ്മെന്റ് അല്ല എന്നുള്ളത് കൊണ്ട്
അവര് ട്രാൻസ്പ്ലാന്റേഷനാണ് പറഞ്ഞത്. പക്ഷേ എന്നെ സംബന്ധിച്ച് അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവര് കിഡ്നി തരാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറായി. ഞാൻ വിചാരിച്ചു എനിക്കൊരു പ്രയാസം വന്നപ്പോൾ അത് ദൈവം അറിയാതെ സംഭവിച്ചതല്ല, ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അത് മുഖാന്തരം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ അതിന് വിസമ്മതിച്ചു. പക്ഷെ 15 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ അവിടുന്ന് ഒഴിവാക്കി. അതിനുശേഷം കോഴിക്കോട് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്, ആ ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ അവിടെ അഡ്മിറ്റായി. അവിടെ അഡ്മിറ്റായി 15 ദിവസം അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ സ്ഥിതി വളരെ മോശമായി വന്നു. 15ാമത്തെ ദിവസം രാവിലെ ഡോക്ടർ വന്ന് എന്നെ പരിശോധിച്ച് പോകുമ്പോൾ ആ സമയത്ത് ഞാനൊരു ബെഡ് നിറച്ചായി. എന്ന് വെച്ചാൽ നീര് വന്ന് വീർത്തിട്ട് സ്വന്തമായിട്ട് കയ്യോ കാലോ ചലിപ്പിക്കാൻ കഴിയാത്ത, ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, വെള്ളം കുടിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ഞാൻ വഴുതി മാറാനായിട്ട് ഇടയായി. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വൈകുന്നേരം ഒരു 6 മണി ആയപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ രണ്ടും പുറകോട്ട് മറിഞ്ഞു. സംസാരശേഷി നഷ്ടപ്പെട്ടു, ചലനശേഷി നഷ്ടപ്പെട്ടു. ഒരു തൊണ്ടയിൽ ചെറിയൊരു അനക്കം മാത്രമായി. അതിന്റെ കൂടെ നിന്ന് സഹോദരൻ ഡോക്ടറെ വിളിച്ചു, നഴ്സുമാരെ വിളിച്ചു. ഡോക്ടർമാർ വന്നു പരിശോധിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്ന ഒരു കാര്യം, മെഡിക്കൽ സയൻസിന് ചെയ്യുവാനായിട്ട് ഉണ്ടായിരുന്ന മാക്സിമം ഞങ്ങൾ ചെയ്തു. ഇനി ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാനായിട്ടില്ല. മാക്സിമം പോയാൽ 3 മണിക്കൂർ മാത്രമേ ഇദ്ദേഹം ഇനി ജീവിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ 3 മണിക്കൂർ ജീവിച്ചുള്ളൂ. നിങ്ങൾക്ക് മരിച്ചതിന് ശേഷം കൊണ്ടുപോകാം, അതല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് കൊണ്ടുപോകാം, എങ്ങനെ വേണേൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്ന് പറയാനായിട്ടിടയായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ കോഴിക്കോടുള്ള ഒരു ദൈവദാസൻ എന്നെ കാണാനായിട്ട് വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ സഹോദരന്മാർ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് കടന്നുപോയിട്ട് അടികിട്ടിയ ഒരു ദൈവദാസൻ, അദ്ദേഹം ഹോസ്പിറ്റലിൽ കടന്ന് മരിക്കുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ കടന്ന് മരിച്ചിട്ട് കൊണ്ടുപോയ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് ദൈവദാസന്മാരെ അദ്ദേഹം വിളിച്ചു വരുത്തി എൻ്റെ ബെഡിന് ചുറ്റുമിരുന്ന് അവർ പ്രാർത്ഥിച്ചു. ആ സമയത്തൊക്കെ ഞാൻ അബോധാവസ്ഥയിലാണ്, എനിക്ക് ബോധമില്ലാത്ത നിൽക്കുന്ന ഒരവസ്ഥയാണ്. നേരം വെളുക്കുന്ന ഒരു 5 മണിയാകുന്ന സമയത്താണ് കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ എൻ്റെ ശരീരത്തിലൂടെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോഴാണ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത്, ഞാൻ അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ചെയ്യുകയില്ലയോ എന്നുള്ള പാട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, എനിക്ക് ഈ പെട്ടെന്നൊരു മരണം ഇല്ല, ദൈവം അത്ഭുതം ചെയ്യുവാനായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അനന്തരം കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഹോമിയോ മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് ഇടയായി. അപ്പോൾ ഹോമിയോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ഒരു ദിവസം എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തു. അതിനുശേഷം അവിടെ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു. അവർ പറഞ്ഞത് ഡയാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8-10 ഡയാലിസിസ് ചെയ്തിട്ട് മടങ്ങി വന്നാൽ നമുക്ക് ശ്രമിക്കാം എന്ന ഒരു സന്ദേശമാണ് അവിടുന്ന് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ അവിടുന്ന് വന്നതിൻ്റെ ഒരു കാര്യം, ഞാനൊരു ചിന്ത പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, സങ്കീർത്തനം 23-ാം സങ്കീർത്തനത്തില് നമ്മൾ ഇങ്ങനെ പറയും, കൂരിൽ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടിയിരിക്കുന്നതിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദിന്റെ വളരെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള വാക്കുകളാണ്. താൻ പ്രതികൂലത്തിലായപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. എന്ന് വെച്ചാൽ മരണകരമായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, കൂരിൽ താഴ്വര എന്ന് പറയുന്നത് മരണകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുക എന്നാണ്. അപ്പൊ എന്ന് വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശ്രയിക്കുന്നത് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്, ഏറ്റവും നല്ല മെഡിസിൻ, ഏറ്റവും നല്ല ഡോക്ടർമാര്, രണ്ടാമത് നമുക്ക് അതിനുള്ള സാമ്പത്തികം, ഇങ്ങനെ നമ്മൾ മാനസികമായി നമ്മൾ ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഡോക്ടർമാർ പറയുകയാണ്, ഞങ്ങൾക്കിനി ഇദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാനായിട്ടില്ല. മെഡിക്കൽ സയൻസിന്റെ ചെയ്യുവാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തു. അപ്പൊ എല്ലാവരും കൈവിട്ടു, ഡോക്ടർമാർ കൈവിട്ടു, മെഡിക്കൽ സയൻസ് കൈവിട്ടു. അപ്പനും അമ്മയും സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടെങ്കിലും അവരും നിസ്സഹായരായി നിൽക്കുകയാണ്. സ്നേഹിതരുണ്ട്, അവരും നിസ്സഹായരായി. എന്നെ സംബന്ധിച്ച് ആ സമയത്ത്
പണമുണ്ടെങ്കിൽ പോലും അതിന് പ്രസക്തി ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ അമ്മേൻ ഒരു കാര്യം എനിക്ക് ബോധ്യമായത് ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം അമ്മേൻ നമുക്കുണ്ട് എന്നുള്ളതാണ്. അമ്മേൻ കൈവിടാത്ത ഒരു ദൈവം അമ്മേൻ നമ്മെ ഏത് സാഹചര്യത്തിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന, കണ്ണീരിന് തുടയ്ക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, നമുക്ക് വിടുതൽ തരുന്ന ഒരു ഉന്നതനായിരിക്കുന്ന ദൈവം നമുക്കുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഡോക്ടർമാർ പറയട്ടെ, മെഡിക്കൽ സയൻസ് പറയട്ടെ, അപ്പനും അമ്മയും കൈവിടട്ടെ, ആര് കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ധാരാളം വന്നേക്കാം. പക്ഷേ നമ്മൾ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ സ്വർഗത്തിൽ ദൈവം ഒരുക്കും. 3 മണിക്കൂർ എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ട് ഇപ്പൊ 23 വർഷം കഴിഞ്ഞു. 23 വർഷം. ഹല്ലേലൂയ. അപ്പൊ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തുവാൻ കാരണമായി തീർന്നത് സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. പ്രാണൻ തന്നത് ഉടയവൻ ദൈവമാണെങ്കിൽ അതിനെ എടുക്കുന്നതും ദൈവത്തിന് അനുവാദത്തോടു കൂടിയായിരിക്കും. പ്രയോജനം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട, ക്ഷീണിച്ചു പോകേണ്ട, മടുത്തു പോകേണ്ട, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാൻ, ജീവനുള്ള ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എന്റെ മരണവിധി കുറിപ്പൊക്കെ എഴുതി കേട്ടപ്പോ എന്നെ കാണാൻ വന്ന ഒരു ദൈവദാസൻ എന്റെ വീട്ടിൽ പോയിട്ട് അവരോട് പറഞ്ഞു, മാക്സിമം പോയാൽ 3 മണിക്കൂറേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് അവര് മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരും. അപ്പൊ എന്റെ വീട്ടില് ഒരു ഡെഡ് ബോഡി വെക്കാനുള്ള ക്രമീകരണമൊക്കെ ചെയ്തു വെച്ചു. സിറ്റ് ഔട്ടില് കട്ടിലൊക്കെ ഇട്ടു, വെള്ളയൊക്കെ വിരിച്ചു, ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, ചുറ്റുപാട് നടക്കുന്നു, നിശബ്ദത. പക്ഷെ ആ ദിവസങ്ങളിലൊന്നും എനിക്ക് വീട്ടിലേക്ക് എത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം മാറ്റിമറിച്ചത് സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയാണെങ്കിലും, ആർക്കും നമ്മെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അനന്തരമായി ഞാൻ ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ കോഴിക്കോട് വേറെ മറ്റൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. 9 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. 9 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. 9 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 മാസം മുഴുവൻ ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. 6 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, വാർഡിൽ അഡ്മിറ്റായി ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പോൾ എന്നെ പ്രയാസപ്പെടുത്തിയൊരു കാര്യം, ഒന്ന്, ഞങ്ങളെ പരിചയമുള്ള ആരുമില്ല. കോഴിക്കോടൊന്നും ഞങ്ങളെ പരിചയമുള്ള ആരുമില്ല. സഹായിക്കാനായിട്ടുള്ള ഇന്നത്തെ പോലുള്ള ഫോൺ സംവിധാനങ്ങളൊന്നും ഇല്ല, ഫോണൊന്നും ആയിട്ടില്ല. പിന്നെ ആര് സഹായിക്കും? കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ്. അവിടെ ഭയങ്കര പൈസ കൊടുക്കണം. ആ ഹോസ്പിറ്റലാണ് ഞാൻ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അപ്പം വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്തും ICUയിൽ കിടക്കുന്ന സമയത്തും 6 മാസം അവിടെ സ്ഥിരമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ആരെ ആശ്രയിക്കുമെന്ന് ചോദിച്ചാൽ, ആര് ഞങ്ങളെ സഹായിക്കുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പിന്നീട് മനസ്സിലായത്, ഞാൻ അവിടെ അഡ്മിറ്റ് ആയ സമയം മുതൽ അവിടുന്ന് ഡിസ്ചാർജ് ആയ സമയം വരെ സർവശക്തനായിരിക്കുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യവും ബില്ലടയ്ക്കേണ്ട സമയത്ത് പോസ്റ്റ്മാൻ വരും. പോസ്റ്റ്മാൻ വന്നാൽ അതിനകത്ത് ബില്ല് അടയ്ക്കേണ്ട തുകയും അതിനോട് കൂടെ അല്പം പണം കൂടുതലും ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിലെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുവാനായിട്ടിടയായി. 6 മാസത്തിന് ശേഷമാണ് ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ 6 മാസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് ഒരുപാട് പ്രതിസന്ധി ഉണ്ടായി. അപ്പൊ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒന്ന്, ഭക്ഷണ ക്രമീകരണം. അപ്പം വെള്ളം കുടിക്കാനായിട്ട് പാടില്ല. ഒരു ദിവസം 800 ml വെള്ളം മാത്രമാണ് കുടിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ 800 ml വെള്ളം കുടിക്കുന്ന ഞാൻ ഒരു ദിവസം 42 ഗുളിക കഴിക്കണം. ചെറുതും വലുതുമായിട്ട് 42 ഉണ്ട്. രാവിലെ 14, ഉച്ചയ്ക്ക് 14, വൈകിട്ട് 14, അങ്ങനെ 14 ഗുളിക വെച്ച് 3 നേരം കഴിക്കാനുണ്ട്. ഈ 3 നേരം 14 ഗുളിക കഴിക്കുമ്പോൾ അതില് അര ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് തരുന്നത്. എനിക്ക് ഒരു ദിവസം കാപ്പിയായിട്ടും ചായയായിട്ടും കറിയായിട്ടും വെള്ളമായിട്ടും എല്ലാ വെള്ളത്തിന്റെ അംശം 800 ml മാത്രമാണ് എനിക്ക് അനുവാദം ഉണ്ടായിരുന്നത്. അത് തന്നെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി. കാരണം വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ വെള്ളം മോഷ്ടിച്ച് കുടിക്കുന്ന ഒരു പതിവൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, കരളിൽ നീർക്കെട്ട് ഉണ്ടായിട്ട് ശ്വാസം മുട്ടലുണ്ടാകും. അത് പല പ്രാവശ്യം ഉണ്ടായി. അപ്പോൾ
ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ക്രമീകരണം അങ്ങനെ. പിന്നെ കഴിക്കാനായിട്ട് കഴിയുന്നത് ഉപ്പില്ലാത്ത, എണ്ണയില്ലാത്ത, തേങ്ങയില്ലാത്ത, അവയൊന്നും ചേർക്കാതെ, മസാലയൊന്നും ചേർക്കാതെ പച്ചക്കറികളൊക്കെ 2 പ്രാവശ്യം തിളപ്പിച്ച് ഊറ്റി മസാലയും ഉപ്പൊന്നും ചേർക്കാതെ കഴിക്കണം. അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, അച്ചാറുകൾ, പപ്പടങ്ങൾ, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാനായിട്ട് പാടില്ല. പിന്നെ എന്താ കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഉപ്പില്ലാത്ത കഞ്ഞി അല്പം, പിന്നെ ദോശ ഉപ്പില്ലാത്തത്, ഇങ്ങനെ 1, 2 ഐറ്റംസ് മാത്രം. അങ്ങനെ ഒരു 3 വർഷം ആ ഒരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി. പക്ഷെ എൻ്റെ വീട്ടുകാരും അവര് നല്ലത് കഴിക്കാതെ ഞാനിങ്ങനെ ഭക്ഷണത്തിൽ ക്രമീകരണം ഉള്ളപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് അവരും ഇത് ചെയ്തു, എന്നെ പോലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷെ 3 വർഷം കൊണ്ട് ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. എൻ്റെ കണ്ണുകളെല്ലാം കുഴിഞ്ഞു, കവിളൊക്കെ പൊട്ടി, വയറൊക്കെ വീർത്തു, ഒരു വല്ലാത്ത സ്ഥിതിയിലേക്ക് പോകുവാനായിട്ടിടയായി. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ഒരു വലിയ പ്രതിസന്ധി മുന്നിൽ വന്നു. ഇപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഒരു ഉള്ളേറിയലാണ് താമസിക്കുന്നത്, വണ്ടിയൊന്നും അങ്ങനെ വരാത്ത ഒരു ഏരിയ. എന്തായിരുന്നാലും ഒരു വണ്ടി വിളിച്ചു വരുത്തി ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ അലറോ ഒക്കെ ഇട്ടാണ് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയത്. മിംസ് ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം, ആമേൻ, ഒരല്പസമയം കൂടി ലേറ്റ് ആയിരുന്നുവെങ്കിൽ ആള് മരണപ്പെട്ടു പോകുമായിരുന്നുവെന്ന്. ഹല്ലേലൂയ, ആമേൻ. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എന്നോട് പറഞ്ഞത്, ആമേൻ, 3 മണിക്കൂറാണ്. ഇവിടെ ഒരു അല്പസമയം പറഞ്ഞു. പക്ഷേ ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ, ആമേൻ, നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ആമേൻ, മരണത്തിനേക്കാൾ അപ്പുറമായി നമ്മെ കരുതുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം മതിയായവനാണ്. ആ ഒരു ഉറപ്പ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം എന്നെ വിധിച്ചെങ്കിലും അവിടുന്ന് ദൈവം രക്ഷിച്ചെങ്കിൽ, ആമേൻ, അതിന് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധിയിലൂടെ ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ട് എന്ന്, ആമേൻ, നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, ആമേൻ, ഒരു വിധത്തിലും നമ്മൾ ക്ഷീണിച്ചു പോകുവാനായിട്ട് ഇടയാകേണ്ട. എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം. 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്താല് ചെറിയൊരു നോർമൽ കണ്ടീഷൻ വരും. പക്ഷേ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യാനുള്ള സാമ്പത്തികം എൻ്റെ അടുത്തില്ല. എനിക്ക് വയനാട്ടിൽ നിന്ന് കോഴിക്കോട് വന്ന് ഡയാലിസിസ് ചെയ്ത് തിരിച്ചു പോകണമെങ്കിൽ ഒരു പ്രാവശ്യത്തേക്ക് 5000 രൂപ വേണം. 3 പ്രാവശ്യം ചെയ്യണമെങ്കിൽ 15,000 രൂപ വേണം. അങ്ങനെ ഒരു സാമ്പത്തിക ശേഷി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അത് തന്നെയല്ല, പല സ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ട് പിന്നെ കടം മേടിച്ച് ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പം അങ്ങനെ മുന്നോട്ട് വന്നതായ സമയത്ത് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യണം. പക്ഷെ 3 ദിവസം ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങള് പൈസ കിട്ടുമ്പോൾ ഡയാലിസിസ് ചെയ്യാൻ വരും, അങ്ങനെ ഒരു സ്ഥിതിയായി. അപ്പം ചിലപ്പം ഒരാഴ്ച കഴിയും, ചിലപ്പോൾ 2 ആഴ്ച കഴിയും, ചിലപ്പോൾ 3 ആഴ്ച കഴിയും. അപ്പം പൈസ ദൈവം അയക്കുന്നതനുസരിച്ച് വരും. അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ആ സമയമാകുമ്പോഴത്തേനും ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേനും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, വെള്ളം കുടിക്കാൻ പറ്റാത്ത, മരുന്ന് കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട്. കിടക്കാനായിട്ട് കഴിയില്ല. ശരീരം മൊത്തം ഭയങ്കര വേദനയായിരിക്കും. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ നീര് ഇങ്ങനെ ശരീരത്തിൽ കൂടി വരും. അപ്പം എനിക്ക് അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 53 കിലോ ആയിരുന്നു. പക്ഷെ ഞാൻ ഒരു 3 മാസം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് 73 കിലോ ആയി. 73 കിലോ. അപ്പൊ ഈ 73 കിലോ വന്നപ്പോഴത്തേനും 20 കിലോയും നീരാണ് ശരീരത്ത്. അതുകൊണ്ട് എനിക്ക് ഒരു 10 അടി മുന്നോട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട്. 10 അടി നടന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സഹോദരന്റെ തോളിൽ തലവെച്ച് അങ്ങനെ കിടക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു പ്രതിസന്ധി എനിക്ക് ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഫാദർ സ്ട്രോക്ക് വന്ന് വീണു. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നപ്പം അദ്ദേഹത്തിന് ഒരു വശത്ത് തളർന്നു പോയപ്പം വീട്ടിൽ ഒരു കട്ടിലിൽ ഞാൻ, മറ്റൊരു മുറിയിൽ ഫാദർ. അങ്ങനെ ഫാദറിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. 1 മാസം 1.5 മാസത്തോളം കോഴിക്കോട് മെഡിക്കൽ. അപ്പൊ എന്റെ കാര്യത്തിൽ ചെറിയൊരു അയവ് വരുത്തിയിട്ട് ഫാദറിന്റെ കാര്യത്തിൽ ശ്രദ്ധയായ സഹോദരന്മാരൊക്കെ, അപ്പൊ എനിക്ക് ലഭിക്കുന്ന പൈസ ഫാദറിന് വേണ്ടി ഞാൻ ചെലവഴിക്കാനായിട്ട് വിട്ടുകൊടുത്തു. അപ്പൊ ഞാൻ 29 ദിവസം ഡയാലിസിസ് ചെയ്യാതെ ഞാൻ ഇങ്ങനെ പിടിച്ചു നിന്നു. 29ാമത്തെ ദിവസം വൈകിട്ട് 7 മണിയായപ്പോൾ ഞാൻ ബ്ലഡ് വൊമിറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി. ബ്ലഡ് വൊമിറ്റ് ചെയ്തപ്പോഴത്തേനും ആകെ പ്രയാസമായി. വീട്ടിലൊന്നും സഹോദരന്മാരും ഉണ്ടായിരുന്നില്ല. അടുത്ത വീട്ടിലെ ഒരു മോനെ വിളിച്ച് ടൗണിലേക്ക് സഹോദരന്മാരെ വിവരം അറിയിച്ചു.
അവർ വണ്ടിയും പിടിച്ച് വരുമ്പോഴത്തേനും ഞാൻ അബോധാവസ്ഥയിലായിരുന്നു, മരിച്ച അവസ്ഥയിലായി. അപ്പം സഹോദരന്മാരൊക്കെ വന്നപ്പം അമ്മയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പൊ ഇരിക്കുന്ന സമയത്ത് എനിക്കിത് സംഭവിക്കുന്നത്. വേഗം ഒന്ന് എന്നെ എടുത്ത് നിലത്ത് കിടത്തിയിട്ട് എൻ്റെ ചുറ്റും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ നിശ്ചലനായി കിടക്കുകയാണ്. അപ്പോൾ ടൗണിൽ നിന്ന് ആളുകളൊക്കെ വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച, ഞാനിങ്ങനെ നിശ്ചലനായി കിടക്കുന്നു, ചുറ്റും ആളുകൾ ഇന്ന് കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വല്ലാത്ത അന്തരീക്ഷം. അപ്പൊ അവര് വിചാരിച്ചു ആള് മരിച്ചുപോയി എന്ന്. സത്യത്തിൽ അവര് പ്രതിസന്ധിയിലൂടെ അങ്ങനെ കടക്കുമ്പോൾ ഞാന് എൻ്റെ അമ്മ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരണം. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉയരത്തിൽ നിന്ന് താഴോട്ട് വന്ന് വീഴുന്ന പോലെ ഫീലിംഗ് ഉണ്ടായി. അപ്പോഴാണ് എൻ്റെ കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞാൻ മരിച്ചിട്ടില്ല. പിന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ജീപ്പിൽ കയറ്റി അവര് രാത്രി വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കി. അപ്പം ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് മരണപ്പെട്ടു പോകാമായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ വിളിയും പദ്ധതിയും ശേഷിക്കുന്നത് കൊണ്ട് പിന്നെയും ദൈവം എന്നെ അവിടെ നിർത്തുവാനായിട്ട് ഇടയായി. അവിടെയും എനിക്ക് ഒരു പ്രയാസം ഉണ്ടാകാതെ ദൈവം കാക്കുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് ആമേൻ, പിന്നെയും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. അവിടെയൊക്കെ നമ്മെ വിടിവിക്കുവാൻ ആമേൻ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നുവെന്ന് നമ്മൾ വായിക്കുക. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടിയിലാണ് ദൈവമക്കൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ ദൃഷ്ടിയിലാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ തട്ടാന്റെ മൂശയിൽ പൊന്നു കിടക്കുമ്പോ തട്ടാനെ സുഹൃത്ത് വന്ന് വിളിക്കുക, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യില്ല, അദ്ദേഹം ചായ കുടിക്കാനായിട്ട് പോവുകയില്ല. കാരണം അദ്ദേഹത്തിന് വിലപ്പെട്ട ഒരെണ്ണം മൂശയിൽ കിടക്കുന്നു, തീയിൽ കിടക്കുന്നുണ്ട്. ആ പൊന്ന് തീയിൽ കിടക്കുന്നിടത്തോളം കാലം അദ്ദേഹം കേവലം ചായ കുടിക്കുന്ന വേണ്ടി അദ്ദേഹം പോവുകയാണ്. അപ്പൊ എന്നതുപോലെ ദൈവം തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അല്ലെങ്കിൽ ദൈവമക്കൾ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അവരെ വിട്ട് മാറുകയില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടിയിലായിരിക്കും നമ്മൾ എപ്പോഴും ആയിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും, ദൈവം നമ്മളെ സഹായിക്കുന്നില്ലേ, കാണുന്നില്ലേ, അറിയുന്നില്ലേ, നമ്മൾ പ്രതിസന്ധിയിലാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം, അതിനൊക്കെ അപ്പുറമായി നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മളറിയാതെ നമ്മെ പരിപാലിക്കുന്ന ഉന്നതനായിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒരിക്കല് മിംസ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് അന്ന് 42 പേരുണ്ട്. ആ 42 പേരിൽ ഇന്ന് ശേഷിക്കുന്ന ഒരാൾ ഞാൻ മാത്രമാണ്. ബാക്കി 41 ആളും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്റെ മിടുക്കാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കരുതലും ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അന്ന് ഞാൻ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് രാത്രിക്കാണ്, എനിക്ക് പൈസ കിട്ടുമ്പോഴാണ് ഡയാലിസിന് വരുന്നത്. അപ്പം വരുമ്പം ഒരു പ്രതിസന്ധിയിലൂടെ ആയിരിക്കും എന്ന് അവിടുത്തെ നേഴ്സുമാർക്ക് അറിയാം. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു ബെഡ് അവർ മാറ്റി വെച്ചിരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ ഡയാലിസിനായിട്ട് കടന്നു വരുന്ന സമയത്ത്, ഡയാലിസിന് വരുന്ന സമയത്ത് അവര് ഇങ്ങനെ ബെഡ് മാറ്റിയിട്ടിരുന്നു. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ കഴിഞ്ഞപ്പം എല്ലാവരും ഉറങ്ങി. ഡയാലിസിസ് ചെയ്യുന്നവരൊക്കെ ഉറങ്ങി, നഴ്സുമാർ ഉറങ്ങി. അതിലൊരു നേഴ്സ് എഴുന്നേറ്റ് നോക്കുമ്പം എല്ലാവരും നിശബ്ദരായി ഉറങ്ങുകയാണ്. ആരും ശബ്ദിക്കുന്നില്ല, തിരിയുന്നില്ല, മറിയുന്നില്ല, ഒന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഡൗട്ട് തോന്നി. അദ്ദേഹം എഴുന്നേറ്റ് എല്ലാ പേഷ്യന്റിന്റെ അടുത്തൂടെയും ഇങ്ങനെ പോയി. അങ്ങനെ എൻ്റെ അടുത്ത് വരുമ്പോ എൻ്റെ ട്യൂബിങ്സ് പൊട്ടിയിട്ട് അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഔട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. കട്ടിലിന്റെ അടിയിൽ മെഷീന്റെ സൈഡ് മുഴുവൻ ബ്ലഡായി. അപ്പൊ അദ്ദേഹം പേടിച്ചു പോയി. വേഗം എന്നെ തട്ടി വിളിച്ചു. തമാശ എഴുന്നേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് അന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചെറിയൊരു പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഈ ട്യൂബിങ്സ് ഒന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പൊ ഞാനിങ്ങനെ തലപൊക്കി നോക്കിയപ്പോ അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു സഹോദരി ഈ ബ്ലഡ് ഈ അടിച്ചു വരുന്ന അതില് അടിച്ചു വരുന്ന ഈ ഇതില് അതിൽ കോരി ഇങ്ങനെ ബക്കറ്റിലേക്ക് ഒഴിക്കുന്ന കാഴ്ചയുണ്ട്. അത് കണ്ടപ്പോൾ എന്റെ ഞാൻ തളർന്നിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ പല പദ്ധതികളും ആരൊരുക്കും, സാത്താൻ ഒരുക്കാം.
മരണത്തിന് നമ്മെ വിടിവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെ ആ സഹോദരി അങ്ങനെ എഴുന്നേറ്റ് വന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്തം വാർന്ന് മരണപ്പെട്ടു പോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവർക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് അവർ എഴുന്നേറ്റ് വന്നപ്പോൾ അത് കണ്ടു. അത് കണ്ട് പിന്നെ പെട്ടെന്ന് 2 കുപ്പി ബ്ലഡ് എക്സ്ട്രാ കയറ്റി അത് മാറ്റി വീണ്ടും ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഒരു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത് 4 മണിക്കൂറാണ്. അപ്പം അത് പൂർത്തീകരിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അത് ആരും അറിഞ്ഞില്ല. അപ്പൊ എന്നെ ആ സഹോദരി എന്നോട് പറഞ്ഞു, ആരും അറിയരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു അങ്ങനെ ആരോടും പറയുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ ആ ഒരു നിന്ന് ദൈവം എന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പം അത് ഒരു മരണകരമായിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാമായിരുന്നു. പക്ഷേ അവിടെയും ദൈവം നമ്മെ സൂക്ഷിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ വേറൊരു അനുഭവം ഉണ്ടായത്, ഞങ്ങള് വയനാട്ടിൽ നിന്ന് ഡയാലിസിസ് ചെയ്യാനായിട്ട് ഇങ്ങനെ വരിക. ഡയാലിസിന് ചുരത്തിലെത്തിയപ്പോഴത്തേനും എൻ്റെ നെഞ്ചിലൊരു ഇടിപ്പ് കൂടി വന്നു. എനിക്ക് മനസ്സിലായി ശ്വാസം മുട്ടാനുള്ള ഒരു പ്രതിസന്ധിയാണ്. ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, നീ എൻ്റെ ചെവിയിലേക്കൊന്ന് ഒരു പാട്ട് പാടണം. അവൻ എൻ്റെ ചെവിയിലേക്ക് ഒരു പാട്ട് പാടി. പക്ഷെ എനിക്കൊരു ആശ്വാസം ഉണ്ടായി. ഞാൻ എൻ്റെ ചെവിയിലൊന്ന് പ്രാർത്ഥിക്കണം. അവന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ അപ്പോഴും എനിക്കൊരു വിടുതലുണ്ടായില്ല. അടിവാരത്തെത്തിയപ്പോൾ ഞാൻ ശ്വാസം മുട്ടിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പൊ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായപ്പം ഞങ്ങളുടെ കയ്യിൽ കറക്റ്റ് വണ്ടിക്കൂലിയും ഡയാലിസിനുള്ള പൈസയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പം ഞാന് താമരശ്ശേരി വരവാണ്. താമരശ്ശേരി വന്നപ്പോഴത്തേനും എനിക്ക് തീരെ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലെത്തി. അപ്പൊ ഞാന് പിന്നെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഓക്സിജൻ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ബസിന്റെ പുറത്തേക്ക് ഡോറിന് വിൻഡോയിലൂടെ തല പുറത്തേക്ക് ഇട്ടു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യും. വിൻഡോയിലൂടെ തല പുറത്തേക്ക് ഇട്ടു. തല പുറത്തേക്ക് ഇട്ടിട്ടും ബസ് ശക്തമായ സ്പീഡിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ കൊടുവള്ളി വരെ എത്തി. കൊടുവള്ളി എത്തിയപ്പോൾ ഞാൻ അവിടുന്ന് ആളുകളൊക്കെ പറഞ്ഞു, ഇദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തെ അവിടെ ഇറക്കിയിട്ട് വേറൊരു വാഹനത്തിൽ പെട്ടെന്ന് ആസ്പത്രിയിൽ എത്തിക്കണം അങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നിൽക്കാൻ പറ്റാതെ ഞാൻ അവിടെ റോട്ടിൽ കിടന്നു ഉരുണ്ടു. അവിടെ ഒരു ഓട്ടോറിക്ഷ കണ്ടിരുന്നു. ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു, ഓട്ടോക്കാരനോട് പറഞ്ഞു എന്നെ മിംസിൽ ഒന്ന് എത്തിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മിംസിൽ ഓട്ടോയിൽ പോകാൻ പറ്റില്ല, ഞാൻ പെട്ടെന്ന് ഒരു ജീപ്പിൽ എത്തിക്കാന്ന് പറഞ്ഞു. തൊട്ടടുത്ത് ഒരു ജീപ്പ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി ഞാൻ ജീപ്പിൽ കയറ്റി. ഞാൻ ജീപ്പിൽ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കിടക്കുക. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അതാണ് എൻ്റെ മെയിൻ വിഷയം, ശ്വാസം കിട്ടുന്നില്ല. എൻ്റെ അനിയൻ കൂടി കയറി എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആളുകളൊക്കെ വട്ടം കൂടി. എന്താ സംഭവിക്കുന്നത് ആർക്കും ഒന്നും അറിയുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, ആരാണ് ഈ ജീപ്പിന്റെ ആള്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനാണ്. എന്നാൽ ഇദ്ദേഹത്തെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളെല്ലാരും കൂടി നോക്കി നിൽക്കുക, വേഗം ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്റെ വണ്ടിയുടെ പൈസ അതൊക്കെ ഞാൻ വരുമ്പോൾ തന്നുകൊള്ളാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാന് അവിടുന്ന് മരിക്കും എന്നുള്ള ഒരു ഉറപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും അവരെ സംരക്ഷിക്കണം, അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും നിങ്ങൾ ചെയ്യണം, അവരെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവനെ ഏൽപ്പിക്കുകയാണ്. അവനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോരുകയാണ്. പക്ഷെ അവിടുന്ന് വളരെ സ്പീഡിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അഡ്മിറ്റ് ആക്കി. പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് കയറ്റി. പ്രൈസ് ദി ലോർഡ്. അനന്തരമായി അപ്പോഴും ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ആമേൻ, 2 മിനിറ്റും കൂടി താമസിച്ചിരുന്നെങ്കിൽ ആള് മരിച്ചു പോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞത് 2 മിനിറ്റ് അല്ല, 5 മിനിറ്റ് അല്ല, ആമേൻ, മിനിറ്റുകൾ എത്രയോ താമസിച്ചോട്ടെ, ദൈവത്തിന്റെ പദ്ധതി നമ്മിൽ ഉള്ളിടത്തോളം കാലം, ആമേൻ, നമുക്ക് എന്തെല്ലാം ആ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും അവിടെയൊക്കെ നമ്മെ ചേർത്ത് പിടിക്കുവാനും നമ്മെ കൈത്താങ്ങുവാനും നമ്മുടെ കർത്താവ് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പിതാവായിരിക്കുന്ന ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തരുവാൻ മനസ്സ് കാണിച്ചുവെങ്കിൽ അവനോടുകൂടെ സകലതും നൽകി തരികയില്ലയോ എന്നൊരു ചോദ്യം തിരുവചനത്തിൽ നമുക്കുണ്ട്. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാണ്. യേശുവിനെ നമുക്ക് വേണ്ടി തകർക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി യേശുവിനെ തകരുവാനും അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തരുവാനും യേശു മനസ്സായെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ ചേർത്ത് പിടിക്കുവാൻ, നമ്മെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. അതിന് ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഞാൻ സാമ്പത്തിക ശേഷി ഇല്ലാതെ
സാമ്പത്തികമില്ലാതെ ഞാൻ ഡയാലിസിന് മാത്രം പൈസ കൊണ്ട് വരിക. അപ്പം എൻ്റെ കൂടെ വരാൻ സഹോദരന്മാരുണ്ടെങ്കിലും അവർക്ക് വണ്ടിക്കൂലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വരിക. ഒറ്റയ്ക്ക് വരരുത് എന്ന് എന്നോട് പ്രത്യേകം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് വന്ന് ഡയാലിസിസ് ചെയ്ത് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ഇങ്ങനെ എൻ്റെ മനസ്സ് പറയുകയാണ്, ഇനി മുന്നോട്ട് ഒരു ലൈഫ് ഇല്ല, എവിടെയെങ്കിലും വെച്ച് തീരും. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ബസ്സിൽ ഇങ്ങനെ ഇരിക്കുക. ബസ്സിലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആകാശത്തിലേക്ക്, ഇങ്ങനെ സൈഡിലൂടെ ആകാശത്തിലേക്ക് നോക്കി. ഞാനിപ്പോ ഈ ബസ്സിൽ ഇരുന്ന് മരിക്കുകയാണെങ്കിൽ ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു പോകും, നക്ഷത്രങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പറക്കും, അമ്മ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തും എന്നൊക്കെ ഉള്ള ചിന്ത ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് എന്റെ മനസ്സിൽ വേറൊരു ചിന്ത വന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദൈവനാമം മഹത്വപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് 2-3 കാര്യം ചെയ്തു തരണം. ഒന്ന്, എനിക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും കുടിക്കുവാനുള്ള അനുവാദം സ്വർഗത്തിലെ ദൈവം തരണം. എനിക്കതില്ലാതെ ജീവിക്കാനായിട്ട് കഴിയില്ല. ഒരുപാട് നിബന്ധനകൾ. ഞാൻ ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ, അങ്ങ് ഏദൻ തോട്ടത്തിൽ ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ആദാമിനോട് പറഞ്ഞത്, ഈ തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെ ഫലം നിനക്ക് കഴിക്കാമെന്ന്. അപ്പൊ ഡോക്ടർമാർ എന്നോട് പറയുന്നത് അരുത് എന്നാണ്. ഫ്രൂട്ട്സ് കഴിക്കരുത്, ഓരോന്നും കഴിക്കരുത് എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ, വെള്ളം കുടിക്കരുത് ഡോക്ടർമാർ പറയുമ്പോൾ, അമ്മ എന്താണത്? അപ്പൊ അതുകൊണ്ട് ദൈവം എനിക്ക് അനുവാദം തരണം. ആമേൻ. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. രണ്ടാമത് ദൈവത്തോട് പ്രാർത്ഥിച്ചത്, കർത്താവേ, എനിക്ക് 10 അടി നടക്കുവാനായിട്ട് കഴിയുന്നില്ല. 10 അടി നടക്കുവാനായിട്ട് കഴിയാതെ ഞാനിങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആരുടെയും സഹായമില്ലാതെ, ആരുടെയും തോളിൽ ചാരി നിൽക്കാതെ എനിക്ക് സ്വയമായി നടക്കാനും എന്റേതായ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ഉള്ള ഒരു ആരോഗ്യവും ബലവും കരുത്തും ദൈവമേ നീ എനിക്ക് തരണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അനന്തരമായി ഞാൻ കൽപ്പറ്റയിൽ ചെന്നിറങ്ങിയിട്ട് ജ്യൂസ് എനിക്ക് കഴിക്കാം. മുന്തിരി ജ്യൂസ് ഹൈ പൊട്ടാസ്യം ആണ്, കഴിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാനൊരു ജ്യൂസ് കൂൾ ബാറിൽ കയറിയിട്ട് ഒരു മുന്തിരി ജ്യൂസ് കുടിച്ചു. പിന്നെ അവിടെ മെസ് ഹൗസിൽ കയറിയിട്ട് അവിടുന്ന് കഞ്ഞിയും കപ്പയും മീൻകറിയൊക്കെ കഴിച്ചു. ഇതൊന്നും എനിക്ക് അനുവദനീയമല്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അതിന്റെ ഒരു റിസൾട്ട് ദൈവം എനിക്ക് തരുമെന്നൊരു നല്ല ബോധ്യമുണ്ടായി ഞാൻ കഴിച്ചു. വേറെ ആരും കൂടെ ഇല്ലതാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് നല്ലത്, അന്ന് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളതാണ്. പ്രാർത്ഥന കേട്ടു എന്ന് മാത്രത്തിന്റെ തെളിവെന്ന് പറയുന്നത്, അന്നതിന് ശേഷം ഇന്ന് വരെ എനിക്ക് യാതൊരു വിധമായിരിക്കുന്ന തടസ്സങ്ങളും ഉണ്ടായിട്ടില്ല. ഭക്ഷണം കഴിക്കുന്നതിനാകട്ടെ, വെള്ളം കുടിക്കുന്നതിന്, ഏത് തരം ഭക്ഷണവും ഏത് തരം ഫ്രൂട്ട്സും അമ്മ ഇഷ്ടം പോലെ കഴിക്കുവാനുള്ള അനുവാദം സ്വർഗത്തിലെ ദൈവം തന്നു. ഡയാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിലും അമ്മ ഞാൻ ഇത് അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കി. രണ്ടാമത് ഞാൻ ഒരു ദിവസം ഡയാലിസിസ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റെ സഹോദരനുമായിട്ട് പോയി കൽപ്പറ്റ ചെന്ന് ബസ് ഇറങ്ങി, നടു റോട്ടിൽ നിൽക്കുക. അപ്പൊ ഞാൻ 10 അടി നടന്നപ്പോ എനിക്ക് ശ്വാസം മുട്ടിയപ്പോ ഞാൻ അനിയനെ ചേർത്ത് പിടിച്ചു. അവന്റെ തോളിൽ ഇങ്ങനെ ചാരി നടു റോട്ടിൽ നിൽക്കുക. അപ്പോഴാണ് എൻ്റെ മുന്നിലൂടെ ഒരു അച്ചായൻ ഇങ്ങനെ 2 ബിഷോപ്പർ നിറച്ച് മലക്കറിയും മറ്റ് സാധനങ്ങളൊക്കെ മേടിച്ച് തൂക്കിപ്പിടിച്ച് ഓടി ബസ്സിൽ കയറുന്ന ഒരു കാഴ്ച അത് കണ്ടപ്പോ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഇതുപോലെ വെയിറ്റ് ഒന്നും തൂങ്ങി ഓടി നടക്കണ്ട, പക്ഷെ എനിക്ക് ഇതുപോലെ നടു റോട്ടിൽ സഹോദരന്മാരെ തോളിൽ ചാരി നിൽക്കാൻ ഇടയാകാതെ, എനിക്ക് സ്വന്തമായി നടന്നു പോകാനും സ്വന്തമായി വരാനും കാര്യങ്ങൾ ചെയ്യുവാൻ നീ എനിക്കൊരു അനുവാദം തരണം. അന്നതിന് ശേഷം ദൈവം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ നീരൊക്കെ അങ്ങോട്ട് മാറി, ആരോഗ്യമൊക്കെ വന്നു, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, വെള്ളം കഴിക്കാൻ തുടങ്ങി, ഒരു പ്രതിസന്ധിയൊക്കെ മാറി. അങ്ങനെ ഞാൻ കോഴിക്കോട്ടേക്ക് താമസം മാറ്റിയപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, അല്പാൽപ്പം എക്സർസൈസ് ചെയ്തത് നല്ലത്. അങ്ങനെ ഞാൻ ബീച്ചിൽ പോകും. ബീച്ചിന്റെ അവിടെ അതിനുള്ള സൗകര്യമുണ്ട്. ഞാൻ നടക്കുകയും ഓടുകയും എക്സർസൈസ് ചെയ്യുകയും ചെയ്യും. അനന്തരമായി അവിടെ ഇരുന്നിട്ട് 1/2 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത്, ആമേൻ ആമേൻ, അവിടെയും ദൈവം എന്നെ ശക്തമായിട്ട് കൈത്താങ്ങുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പം പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ് നമ്മൾ വിളിച്ച് അപേക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലും തരണം ചെയ്യുവാൻ സഹായിക്കുവാൻ കഴിയുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. നടക്കുവാൻ കഴിയാത്ത, ഇരിക്കുവാൻ കഴിയാത്ത, റോട്ടിൽ പകച്ചു നിൽക്കുന്ന എനിക്ക് അത് മാറി നടക്കാനും ഓടാനും എക്സർസൈസ് ചെയ്യാനും ഒക്കെ ദൈവം എനിക്ക് ബലം തന്നെങ്കിൽ, അങ്ങനെ ബലം തരുവാനായിട്ട് കഴിവുള്ളതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
എനിക്ക് നിങ്ങളോട് പറയുവാനാണ്, ഒരു കാരണവശാലും നാം ക്ഷീണിച്ചു പോകണം. ഒരുപക്ഷെ നമ്മൾ കടപ്പുരോഗിയാണെന്ന് തോന്നിയേക്കാം, അല്ലെങ്കിൽ നടക്കാൻ കഴിയില്ലെന്ന് ചിന്തിച്ചേക്കാം, ഭക്ഷണം കഴിക്കാൻ കഴിയില്ലെന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ഇതിനൊക്കെയും അനുവാദം തരുന്നത് നമ്മുടെ കർത്താവായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഈ വിഷയത്തിൽ ഒന്നും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അവിടേക്കും സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കുകയും നമ്മെ കരുതുകയും നമ്മെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, 2016 നവംബർ മാസം 28 വരെ ഞാൻ ഡയാലിസിസ് ചെയ്യുവാനായിട്ട് ഇടയായി. ഏകദേശം 14.5 വർഷം ഡയാലിസിസ് ചെയ്തു. 14 വർഷം ഡയാലിസിസ് ചെയ്തു. 5 ഓപ്പറേഷൻ ഞാൻ വിധേയനായി. അതുപോലെ 2500 കൂടുതൽ ഡയാലിസിന് വിധേയനാകാനായിട്ട് ഇടയായി. 14 വർഷം എനിക്ക് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലം എനിക്കുണ്ടായി. എന്നാൽ 2016 നവംബർ മാസം 28 എന്റെ കിഡ്നി ഒരെണ്ണം മാറ്റിവെക്കാനായിട്ട് ഇടയായി. അത് ഒരു ദൈവികമായ ഒരു പദ്ധതിയാണ്. അത് കാരണം എന്ന് പറയുന്നത്, എനിക്ക് എന്നെ അവിടുത്തെ ഡോക്ടർമാരായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഒരിക്കല് ഇവിടെ ഒരു സഹോദരി ആക്സിഡന്റിൽ പെട്ടപ്പോ സഹോദരി മിംസിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവിടെ കൊണ്ടാക്കിയപ്പോ അവരുടെ വീട്ടുകാര് അവരുടെ ഓർണമെന്റ്സ് ഒക്കെ ഇങ്ങനെ ദാനം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഡോക്ടർമാർ എന്നെ വിളിച്ചു. അവിടുത്തെ ഹെഡ് നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, തോമസ് വേഗം വരണം, ഒരു കിഡ്നി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മാറ്റി വെക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റില്ല, എന്റെ കയ്യിൽ പൈസയില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വരുന്നില്ല, മറ്റാർക്കും കൊടുക്ക് എന്ന് പറഞ്ഞു. പക്ഷെ അവര് അല്പം കഴിഞ്ഞപ്പോൾ അവിടെ എന്നെ നോക്കുന്ന ഡോക്ടറിനെ വിളിച്ചു. എന്നോട് ചോദിച്ചു, തോമസേ, നിങ്ങളുടെ ചർച്ചിൽ നിന്ന് 1 ലക്ഷം രൂപ കിട്ടുമോ? ഞാൻ പറഞ്ഞു, ചർച്ചിലൊക്കെ സാധാരണക്കാരായ ആളുകളാണ്, അതുകൊണ്ട് അവരിൽ നിന്നും ഒരു സാമ്പത്തിക സഹായം ലഭിക്കുകയില്ല. എന്തുകൊണ്ട് തോമസിന്? ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും, അതുവരെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, തോമസേ, ഇവിടെ ഹോസ്പിറ്റൽ റെഡിയാണ്. നിങ്ങൾക്ക് ഒരു പൈസയും ഹോസ്പിറ്റലിൽ കൊടുക്കണ്ട. ഓപ്പറേഷന്റെ വകയായിട്ടോ അല്ലെങ്കിൽ മെഡിസിനായിട്ടോ ഓപ്പറേഷന് ഇപ്പൊ നിങ്ങൾക്ക് പൈസ കൊടുക്കണ്ട. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കിഡ്നി ഒരെണ്ണം ഇവിടെ ഉണ്ട്, നിങ്ങൾ വന്നാൽ മതി. 3, ഞാൻ നിങ്ങൾക്ക് വേണ്ടി 5 ലക്ഷം രൂപ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പെട്ടെന്ന് പറയാനുള്ളവർ പറയുക, വേഗത്തിൽ വരിക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കട്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അന്ന് എനിക്ക് പോകുവാനായിട്ട് ഒരു മനസ്സുണ്ടായില്ല. കാരണം എന്താന്ന് ചോദിച്ചാല്, കുറച്ച് നാളുകൾക്ക് മുമ്പ് വീട്ടിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ഒരു കുഞ്ഞിലൂടെ എന്നോട് പറഞ്ഞു, മകനെ, ഞാൻ നിനക്കൊരു സൗഖ്യം തരും, അതുവരെ ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സഹായം ഞാൻ നിനക്ക് ഒരുക്കുന്നുണ്ട്. മാത്രമല്ല, അതുവരെ ഞാൻ നിന്നെ പോറ്റി പുലർത്തുകയും ചെയ്യും എന്ന് പറയുവാനായിട്ടാണ്. അപ്പം അതിന് അനന്തരമായിട്ട് ഒരു വിടുതൽ എനിക്കുണ്ടെന്നൊരു ബോധ്യം എന്നുണ്ടായി. ഒരു സമയം വരെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സഹായം, അത് ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയുടെ ഡയറക്ടറായിട്ടുള്ള അലക്സാർ മുഖാന്തരമായി ജർമ്മനിയിൽ നിന്ന് ഒരു സപ്പോർട്ട് വന്നു. ആ സപ്പോർട്ട് വന്നതിന് ശേഷം എനിക്ക് ഡയാലിസിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ അവരെ കണ്ടിട്ടില്ല, ഞാൻ അവരെ അറിയുന്നില്ല, അവർക്ക് എന്നെ അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, എന്നെ അറിയുന്ന ദൈവത്തിന്, ഹല്ലേലൂയ, സകലതും അറിയാന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ അറിയുന്ന ദൈവം അവിടെ ഒരു ദൈവദാസനെ ഉപയോഗിച്ചു എന്റെ ട്രീറ്റ്മെന്റിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാൻ. അപ്പൊ ആ ഒരു നിലവാരത്തിലേക്ക് ദൈവം എന്നെ അന്ന് എനിക്ക് കിട്ടിയ ആ വാഗ്ദത്തം, ഞാൻ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോ ഞാൻ അത് സ്വീകരിച്ചില്ല. എനിക്ക് നമ്മുടെ അടുത്തൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. 7 മണിയായപ്പോ ഞാൻ ചെറിയൊരു മൊബൈൽ ഉണ്ടായിരുന്നു, അത് ഓൺ ചെയ്തപ്പോ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത്. അന്ന് പെന്തക്കോസ്തുകാരനായിട്ടുള്ള ഒരു സഹോദരനുണ്ട്, നേഴ്സുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, സഹോദര, നിങ്ങളെ നോക്കുന്നത് ഒരു ഡോക്ടർ ഇസ്മായിൽ എന്ന് പറയുന്ന മുസ്ലിമാണ്. ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ ഉള്ളത് മുസ്ലിംസിന്റെ ഇടയിലാണ്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് ആ ഡോക്ടറെ മനസ്സിലായിട്ടുള്ള, അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്നവരെ ട്രീറ്റ്മെന്റ് ചെയ്യുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക, മരുന്ന് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതേപോലെ ഒരു സഹായം ചെയ്തതായിട്ട് എനിക്കറിവില്ല. അപ്പൊ അതൊരു നമ്മളെ പോലെ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ഡോക്ടർ ഒരു സഹായം ചെയ്യണമെങ്കിൽ അതിനൊരു ദൈവ നിയോഗമുണ്ട് എന്ന് അദ്ദേഹം പറയുവാനായിട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, സോറി, അദ്ദേഹം ഇങ്ങനെ സഹായം ചെയ്താലും ഇതിൽ ഒരു ഉറപ്പില്ല, ഒരു 100% ഉറപ്പില്ല. എന്നാൽ സ്വർഗത്തിൽ ദൈവം എനിക്കൊരു വാക്ക് ചെയ്തിട്ടുണ്ട്, എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കാണെങ്കിൽ അത് 100% ഉറപ്പാണ്. ദൈവം എനിക്ക് സൗഖ്യം തന്നാൽ 100% ഉറപ്പാണ്. ഞാൻ ഇങ്ങനെ പോയാൽ അത് എനിക്ക് ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ അത് സ്വീകരിച്ചില്ല. അപ്പൊ 1 മാസം ആ ഡോക്ടർ പിന്നെ എന്നോട് സംസാരിക്കാതെ നടന്നു. എൻ്റെ അടുത്ത് വരും,
ഫയൽ നോക്കും, ഡോക്ടർ നഴ്സുമാരോട് സംസാരിക്കും, എന്നോട് മിണ്ടുന്നില്ല, സംസാരിക്കില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, എന്നാലും തോമാശ, എനിക്ക് നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടും എൻ്റെ വാക്കുകൾ നിങ്ങൾ മാനിച്ചില്ലല്ലോ, നിങ്ങളത് അംഗീകരിച്ചില്ലല്ലോ എന്ന് പറയാനായിട്ട് ഇടയായി. എങ്കിലും ദൈവം അത് മാനിക്കുവാനായി. അതിന് ശേഷം ഞാൻ വേറൊരു സ്ഥലത്ത് മാറി താമസിക്കുന്ന സമയത്ത് മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സഹോദരനെ വിളിച്ചു. എന്നോട് പറഞ്ഞു, അച്ചായ ഒന്ന് വരണം, ഞാൻ വളരെ പ്രയാസത്തിലാണ്, എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഡ്രസ്സ് മാറി ഹോസ്പിറ്റലിലെത്തി. ഡയാലിസിസ് റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ഹെഡ് നോട്ട്സ് എന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് 100 ആയുസാണ്, പെട്ടെന്നൊന്നും സംഭവിക്കാൻ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അവിടുത്തെ 6 ഡോക്ടർമാരും ഹെഡ് നേഴ്സുമാരും ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടായി. ആ കമ്മിറ്റിയിൽ അവർ പറഞ്ഞത്, ഈ പ്രാവശ്യം വരുന്ന O പോസിറ്റീവ് കിഡ്നി, ആദ്യം വരുന്ന കിഡ്നി തോമസിന് വെച്ച് കൊടുക്കണം എന്ന് അവരൊരു തീരുമാനം എടുത്തിട്ട്, ആ തീരുമാനം എന്നെ അറിയിക്കാനായിട്ട് അവർ കമ്പ്യൂട്ടറിൽ എൻ്റെ നമ്പർ തപ്പുമ്പോൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ പോയിട്ട് ഡോക്ടറെ കാണണം, മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ട് പ്രാർത്ഥിക്കാനായി ചെന്ന ആ സഹോദരനെ കണ്ട് പ്രാർത്ഥിച്ച് അനന്തരമായി കടന്നു പോകും. പിന്നെ വെള്ളിയാഴ്ച ഞാൻ മറ്റൊരാളെ കൂട്ടി കടന്നുപോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞത്, ഇത് ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല, ഇതൊരു താൽക്കാലിക സംവിധാനമാണ്. ഇതിന് സൈഡ് എഫക്ട് ഒരുപാടുണ്ട്. ഒന്ന് സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതലാണ്, 2 അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലാണ്, 3 ഷുഗർ വരാൻ സാധ്യത, കണ്ണിന്റെ കാഴ്ച പോകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ശരീരത്തിന്റെ പേശികൾ എപ്പോഴും ക്ഷീണിച്ചു വരും, അസ്ഥികൾക്ക് ബലം കുറയും. അപ്പോൾ എവിടെയും തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്താൽ, വീഴുകയൊക്കെ ചെയ്ത അസ്ഥികളൊക്കെ പൊട്ടിപ്പോകും. അപ്പൊ ഇത് ഒരു ട്രീറ്റ്മെന്റ് അല്ലാത്തത് കൊണ്ടും ഇപ്പൊ പ്രായം അധികം ആകാത്തത് കൊണ്ടും നമുക്ക് ഈ ഒരു കിഡ്നി മാറ്റിവെക്കുന്നത് നല്ലതാണ് എന്ന് പറയാനായിട്ട്. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല, കൂടെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ അന്ന് വീട്ടിൽ വന്നു. വൈകിട്ട് ഞാൻ ഒരു 11 മണിയായപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരനെ, ദേവദാസനെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, അതൊരു ദൈവഹിതമുണ്ട്, അതുകൊണ്ട് അതിന്റെ പ്രാരംഭ ചെക്കപ്പൊക്കെ ചെയ്യുവാനായിട്ട് ഉള്ള പൈസ മുഴുവൻ ഞാൻ തരും, രാവിലെ എൻ്റെ അടുക്ക വരണം എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോൾ ഒരു മനസ്സിൽ സമ്മതം തോന്നിയില്ല. ഞാൻ ദൈവത്തിന് ഇരുന്ന് പ്രാർത്ഥിച്ചു. വേറൊരു ദൈവദാസനെ വിളിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ പോയി ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹം പൈസ തന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി 18 ടെസ്റ്റ് ചെയ്തു. 300-ൽ കൂടുതൽ ആളുകളുടെ ബ്ലഡുമായിട്ട് ക്രോസ് മാച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ഞാൻ ഓക്കെ ആയിട്ട് ഇങ്ങ് പോന്നു. പിന്നീട് ഞാൻ ആ ഭാഗത്തേക്ക് ചിന്തിച്ചില്ല. പക്ഷെ ഞാൻ നിന്നിരുന്ന ചർച്ചിലെ സഹോദരന്മാർ ചേർന്നിട്ട് ഒരു ഫണ്ട് കളക്ഷൻ ചെയ്തു. 6 ലക്ഷം രൂപ കളക്ഷൻ ചെയ്തിട്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഞങ്ങൾ ഇങ്ങനെ ഒരു ഫണ്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നോട് പറയാതെ ചെയ്തത് മോശമായി പോയി എന്ന് പറയുമ്പോൾ അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ ചെയ്യാനുള്ളത് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുകയാണ്. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇതേപോലെ പെട്ടെന്ന് ഞാനൊരു കോഴ്സ് പഠിക്കുന്നുണ്ട്. ആ കോഴ്സിന്റെ എക്സാം നടക്കുന്നതിന് വേണ്ടി, പിറ്റേ ദിവസം എക്സാം ആണ്, അതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൈകുന്നേരം വൈകിട്ട് ഒരു 11 മണിയായപ്പോൾ മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വിളി വന്നു, പെട്ടെന്ന് ഡയാലിസിസ് റൂമിലേക്ക് വരണം. അങ്ങനെ ഞാനും വേറെ ദൈവവാസികൾ കൂടെ പോയി. അപ്പൊ ഇങ്ങനെ വേറൊരു കിഡ്നി വന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ കാര്യങ്ങൾ പറയാനായിട്ടാണ് വിളിച്ചത്. അപ്പൊ ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആളാണ്, എങ്കിലും ദൈവം എന്നെ സഹായിച്ചു. എന്നാൽ ഇനി ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുവാൻ ദൈവമേ നീ എന്നെ അനുവദിക്കരുത്, എനിക്ക് അത്ര സഹിക്കാനുള്ള കരുത്ത് ഇപ്പോഴില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇത് ദൈവഹിതമാണെങ്കിൽ മാത്രം, കാരണം ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, ആ വാഗ്ദത്ത പ്രകാരം അല്ലാതെ മറ്റൊരു രീതിയിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പോയി. അപ്പൊ ഞാൻ ചെല്ലുമ്പം വേറെ ഒരു 4 പേരെ കൂടെ ഡോക്ടർമാർ വിളിച്ചിട്ടുണ്ട്. ഞാനോട് ഇരിക്കാൻ പറഞ്ഞ് ഞാനിരുന്നു. അവരോട് പറയുകയാണ്, 2 കിഡ്നി ഉണ്ട്, ഒന്ന് ഈ ദേവദാസനാണ്, ഒന്ന് ഈ പാസ്റ്റർക്കാണ്, രണ്ടാമത് ഒരെണ്ണമുണ്ട്, അതിന് നിങ്ങൾ 4 പേരും ടെസ്റ്റ് ചെയ്യണം, ഒരു ടെസ്റ്റിന് 10,000 രൂപ വരും, അപ്പൊ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ചെയ്യാം എന്ന് പറയും. അങ്ങനെ അവിടെ നിന്ന് അത് ക്രമീകരിക്കപ്പെടുവാനാണ്. അപ്പൊ ഞാൻ ഇതിന്റെ പിന്നിൽ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഒന്നും ചെയ്തില്ല. പക്ഷെ ഇതെല്ലാം ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, അങ്ങനെ ആ കിഡ്നി മാറ്റി വെക്കുവാൻ 2016 നവംബർ മാസം 28-ാം തീയതി കിഡ്നി മാറ്റി വെച്ചു എന്നുള്ളതാണ്. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. പ്രധാനമന്ത്രിയുടെ ഒരു 3 ലക്ഷം രൂപ ഫണ്ട് എനിക്ക് പാസ്സായിട്ടുണ്ടായിരുന്നു. ആ പാസ്സായ ഫണ്ട് അവരുടെ നിയമം അനുസരിച്ച് അവര് പാസ്സായി കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണം, ഇല്ല ലാപ്സായി പോകും.
എനിക്കിത് അവിടുന്ന് ഫണ്ട് അനുവദിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിരുന്നു. അപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് ഞാനതിൽ കിഡ്നി മാറ്റി വെക്കാത്തത് കൊണ്ട് അത് ലാപ്സായിപ്പോയി. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് വിട്ടു, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റിക്വസ്റ്റ് വിട്ടു. അപ്പൊ അവർ ലാപ്സായി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് മെസ്സേജ് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ദിവസം എനിക്ക് ഒരു മാസത്തേക്ക് 55,000 രൂപയോളം ചെലവ് വരും. വീട്ടുവാടകയും ഒന്നരാടൻ ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് 29,000 30,000 രൂപയുടെ മരുന്ന്, അതുപോലെ 14,000 രൂപയുടെ വാടക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ 55,000 രൂപ ചെലവാ. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം പൈസ ഇല്ല. അപ്പം അന്നത്തെ കമ്മിറ്റി പിരിച്ചു വിട്ടു. അങ്ങനെ ഒരു പ്രയാസത്തിലൊക്കെ കടന്നുപോയി. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ വിഷയമുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കണം. എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ വിഷയമുണ്ട് അമ്മ പ്രാർത്ഥിക്കണം, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എങ്കിലും കൈവിടാത്ത ദൈവം നമ്മോട് കൂടെയുണ്ട്, എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ, വീട്ടുകാരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പോഴെന്റെ മനസ്സിൽ ഒരു കാര്യം വന്നു, ഒന്നും കൂടി റിക്വസ്റ്റ് അയക്കാം. അങ്ങനെ റിക്വസ്റ്റ് അയക്കാനായിട്ട് എൻ്റെ ഭാര്യയുടെ ആങ്ങളെ ആളുകളൊക്കെ വന്നു. അവര് ഈ ഞാനൊരു ഫോം എഴുതി, ഡയാലിസിസ് ചെയ്തതിൻ്റെയും ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ട് അതിന്റെ ബില്ലൊക്കെ വെച്ചിട്ട് ഒരു അപേക്ഷ കൊടുത്തു. അപ്പൊ അവര് വന്ന് അപേക്ഷ കൊണ്ടുപോയി അവിടുത്തെ കൽപ്പറ്റ പിന്നെ MBA കണ്ടു. MBAയുടെ ഫണ്ട് ക്രമീകരിക്കാന്നൊക്കെ പറഞ്ഞ പോയത്. അവര് ചെന്ന് അങ്ങോട്ട് കണക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ആ ഫണ്ട് ലാപ്സായി, കിട്ടിയല്ല. പിന്നെ അത് എൻ്റെ സഹോദരന്മാർ വന്ന് കൊണ്ടുപോയി, അവര് നോക്കി, അവരും പറഞ്ഞു അത് കിട്ടിയല്ല. അപ്പൊ ആ പൈസ പോയി, ഇനി അത് കിട്ടിയല്ല എന്നായി. അങ്ങനെ വന്ന് ഞാൻ തിരിച്ച് ആ ഫോമൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ വീണ്ടും ഒന്ന് ആരംഭം മുതലുള്ള കാര്യങ്ങൾ ഒന്നും കൂടി എഴുതി, എന്നിട്ട് മറ്റൊരു ദൈവദാസനെ കൊണ്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ച് അത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അത് വീട്ടിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത് ദൈവനാമത്തിൽ ഞാൻ അയക്കുകയാണ്, ഇത് ദൈവനാമത്തിൽ അയക്കണം. തിരിഹിതമാണെങ്കിൽ ഇതെനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മടങ്ങി വരുവാനായിട്ട് ഇടയായി തീരണം. അപ്പൊ അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മറ്റൊരു സഹോദരൻ വിളിച്ചു, അത് പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിലൊരു വാക്യം വന്നു. അവൻ ഇങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷത്തില് ഒരു വാക്യമുണ്ട്. അതെങ്ങനെയാണ്, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമയുള്ളവനാണെങ്കിലും വേഗത്തിൽ പ്രതിക്രിയ ചെയ്ത് കാര്യം സാധിപ്പിച്ചു കൊടുക്കും എന്നൊരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വന്നു. ഞാൻ അത് മുറുകെ പിടിച്ചു. അപ്പൊ എനിക്ക് ഒരു കാര്യം ബോധ്യമായി, എന്തെല്ലാം അത് നഷ്ടപ്പെടുകയില്ല എന്നൊരു ബോധ്യം എനിക്ക് വന്നു. രണ്ടാമത് ആ വാക്യം ലൂക്കോസിനെ കുറിച്ചാണ്. രണ്ടാമത് വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പൊ ദൈവം മറ്റൊരു വാക്യം എൻ്റെ ഉള്ളിൽ തന്നു. സദൃശവാക്യം 21-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അതെങ്ങനെയാണ്, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് അത് ഒഴുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ കാര്യത്തിൽ എനിക്കത് ഒരു ബോധ്യം വന്നത്, രാജാവ് സർവശക്തനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ധന്യനായിരിക്കുന്ന ഏകാധിപതിയും രാജാവും കർത്താവും താൻ മാത്രം അമത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ ഉന്നതനായിരിക്കുന്ന ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യം ഇല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പം ദൈവം മുടങ്ങി എന്ന് വിചാരിക്കുന്ന കാര്യം വീണ്ടും നമുക്ക് നൽകി തരുവാൻ ദൈവം മതിയായവനാണ്. കാരണം രാജാവിന്റെ ഹൃദയം യഹോവയിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, അത് തനിക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് ഒഴുക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് സംഭവിക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് എനിക്ക് നഷ്ടമാകുകയില്ല എന്ന് നല്ല ഒരു ഉറപ്പ് എനിക്ക് ഉണ്ടാകുവാനായിട്ട് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കാതെ, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്കൊക്കെയും അതിനെ തിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് നല്ല ബോധ്യമായി, അത് എനിക്ക് നഷ്ടപ്പെടുകയില്ല എന്ന് ബോധ്യമായി. അങ്ങനെ ദിവസങ്ങൾ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. 21-ാമത്തെ ദിവസം വയനാട്ടിൽ നിന്ന് പോസ്റ്റ്മാൻ വിളിച്ചിട്ട് രാവിലെ ഒരു ഉച്ചയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഒരു കത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ കത്ത് വരാൻ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു ലെറ്റർ പോലും അയച്ചിട്ടില്ല, പിന്നെ എങ്ങനെ, എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അദ്ദേഹം വിളിച്ചു. ഞാൻ പറഞ്ഞു, അത് സഹോദരന്മാരെ ഏൽപ്പിക്കാം, അവര് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കത്താണെന്ന് പറഞ്ഞു. പക്ഷെ വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞപ്പം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, അത് മുഖ്യമന്ത്രിയുടെ കത്തല്ല, അത് പ്രധാനമന്ത്രിയുടെ കത്താണ്. ഞാൻ പറഞ്ഞു, അല്ല, മുഖ്യമന്ത്രിയുടെ ആണ് എന്നാണ് പറഞ്ഞത്.
അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് അല്ല, മുഖ്യമന്ത്രി അല്ല, അത് പ്രധാനമന്ത്രിയുടെ കത്താണ്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ കത്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോസ്റ്റ്മാനെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. അങ്ങനെ അദ്ദേഹം നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ കത്താണ്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ സഹോദരന്മാരെ വിട്ട് അത് മേടിച്ച് വേഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. കൊണ്ടുവന്ന് അത് വായിച്ചു നോക്കുമ്പോൾ ആമേൻ, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന 3 ലക്ഷം രൂപ വീണ്ടും അടുത്ത 9 മാസത്തിനുള്ളിൽ അത് മാറിയെടുക്കാവുന്ന ഭാഗത്തിൽ അത് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞത് ആമേൻ, നമുക്ക് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചാലും, ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചാലും, നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലാണെങ്കിൽ നമുക്ക് അതില്ല, നഷ്ടപ്പെട്ടു പോയില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തില് എലിസബത്തിനെ കുറിച്ചും സഖര്യാവിനെ കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. അവര് വിവാഹം കഴിഞ്ഞിട്ട് ഒരു ദീർഘകാലം പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ വായിക്കാം. മക്കളുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ദീർഘകാലം പ്രാർത്ഥിച്ചു. പക്ഷെ അവര് പ്രായമായി, രണ്ടുപേരും വയസ്സ് ചെന്ന സമയത്താണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത് എന്ന. അപ്പോ അവര് അവിടെ സഖര്യാവ് ധൂപം കാട്ടാനായിട്ട് പ്രവേശിക്കുമ്പോൾ അവിടെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, സഖര്യാവേ നീ ഭയപ്പെടരുത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ഒരല്പം താമസമുണ്ടായാലും ദൈവം ഏറ്റവും നന്നായി ചെയ്യുവാൻ മതിയായവനാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം അത് ദൈവം നമുക്ക് നൽകി തരുവാനായിട്ട് ഇടയായി തീരും എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ദൈവം അത്ഭുതകരമായിട്ടാണ് നടന്നത് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇതുവരെ ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തിന്, ഇതുവരെ ഞങ്ങളെ കരുതിയ ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുകയാണ്. 2016 നവംബർ മാസം 28-ാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വർഷത്തോളം, 2 വർഷം റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും 1 വർഷം റെസ്റ്റ് ചെയ്യുവാനായിട്ടിടയായി. 1 വർഷം റെസ്റ്റ് ചെയ്തു. അനന്തര ശേഷം ഞാൻ പ്രവർത്തനത്തിലേക്ക് വീണ്ടും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് സെപ്പറേറ്റ് ഒരു പ്രവർത്തനം തുടങ്ങിയില്ല. കോഴിക്കോട് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പകല് പ്രവർത്തനങ്ങൾക്കായി പോകും. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഡയാലിസിസ് ഇല്ലാത്ത ദിവസങ്ങളിൽ പ്രവർത്തനത്തിനായിട്ട് പോകും. അപ്പൊ അങ്ങനെ ആ സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ദൈവം എനിക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യവും ബലവും ശക്തിയൊക്കെ തന്നു. ഇപ്പോഴും ഞങ്ങൾ കോഴിക്കോട് ഫറൂഖ് എന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനത്തിലായിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്, നമുക്ക് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും അനേകം വീടുകളിൽ കയറി ഇറങ്ങി നമുക്ക് ട്രാക്ട് കൊടുക്കാനോ സുവിശേഷം പറയാനോ പറ്റാത്ത ഒരു സാഹചര്യം നമുക്ക് ഇവിടെ ഉണ്ട്. ഈ മാറാട് കലാപമൊക്കെ നടന്ന ഒരു പ്രദേശം നമ്മുടെ ചേർന്നുള്ള ഏരിയയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രയാസം നമുക്കുണ്ട്. എങ്കിലും എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, നമുക്ക് വീടുകളിൽ കയറാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പരസ്യയോഗം നടത്തുന്നത് ഏറ്റവും നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ മകള് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ അവർക്ക് വേണ്ടി ഒരു 500 രൂപ വെച്ച് മാസം പോസ്റ്റ് ഓഫീസിൽ ഇടുമായിരുന്നു. അപ്പൊ ഈ കോവിഡ് കാലത്ത് നമുക്കൊന്നും പറ്റാത്തൊരു സ്ഥിതി വന്നപ്പോൾ സുവിശേഷം ലോകത്തെ കേൾപ്പിക്കണം എന്നുള്ള ചിന്ത മനസ്സിൽ വന്നപ്പോൾ അതിന് ഞാൻ കണ്ടൊരു മാർഗം, അന്ന് മകൾക്ക് വേണ്ടി കൂട്ടിവെച്ച പൈസ എടുത്ത് ഒരു സിസ്റ്റം മേടിക്കുവാനായിട്ടിടയായി. ഒരു സിസ്റ്റം മേടിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ഒരു വാഹനവും അത് ക്രമീകരിക്കപ്പെട്ടു. അപ്പൊ അങ്ങനെ ആ സിസ്റ്റവും വാഹനവുമായിട്ട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. ചില ദേവദാസന്മാർ കൂടെ നിന്നു. അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ ചേർന്ന് ലഭിക്കുന്ന പൈസ കൊണ്ട് ട്രാക്ട് കൊടുക്കാനും പിന്നെ സുവിശേഷ പ്രവർത്തനം നടത്താനൊക്കെ ഇങ്ങനെ പോയി. അങ്ങനെ ഒരിക്കല് എനിക്കൊരു 6 വർഷം മുമ്പ് ഇരിട്ടിയിൽ ഒരു പരസ്യവും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരിക. 3 ദിവസത്തെ പരസ്യവും കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ചുരം ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ താമരശ്ശേരി കഴിഞ്ഞ് എത്തിയ സമയത്ത് അവിടെ ശക്തമായിട്ടുള്ള മഴ. ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്നു. കുറെ വാഹനം വയനാട്ടിൽ ഇങ്ങനെ പോകുന്നു. അപ്പം 2 സൈഡിലും ഓരോ നിര പോകാനുള്ള സ്ഥലമേ ഉള്ളൂ, റോഡിന് വീതി കുറവായതുകൊണ്ട്. അപ്പൊ അങ്ങനെ ശക്തമായിട്ടുള്ള മഴയായതുകൊണ്ട് AC ഒന്നും ഇല്ലാത്തത് കൊണ്ട് പുകപടലൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പതിയെ വണ്ടി ഇങ്ങനെ ഓടിച്ചു വരിക. അങ്ങനെ വരുമ്പം ഞാൻ ഇങ്ങനെ കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് ഒരു KSRTC ബസ് ഇങ്ങനെ മുന്നോട്ട് കയറി വരുന്നത് കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കയറി വന്നിട്ട് സൈഡില്ലാത്തത് കൊണ്ട് പിന്നെയും പുറകോട്ട് നിൽക്കും. അങ്ങനെ പെട്ടെന്ന് ഒരു പ്രാവശ്യം അദ്ദേഹം മുന്നോട്ട് കയറി വന്നപ്പോൾ
പെട്ടെന്ന് KSRTCയുടെ മുമ്പിൽ ഒരു കാറ് വന്നു. കാറ് വന്നപ്പോൾ അദ്ദേഹം ലെഫ്റ്റ് സൈഡിലേക്ക് വെട്ടിച്ചു. ലെഫ്റ്റ് സൈഡിലേക്ക് വെട്ടിച്ചപ്പോൾ എൻ്റെ കാറിന്റെ ബാക്ക് ഡോറിന് വണ്ടി ഇടിച്ചു. വണ്ടി ഇടിച്ചപ്പോൾ എൻ്റെ കാറ് നിയന്ത്രണം തെറ്റി റോഡിന്റെ റോഡിന്റെ നടുക്കിലേക്ക് കയറിയപ്പോഴത്തേനും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന ഒരു കാറ് അത് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇടിക്കുവാനാണ്, ബോണറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇടിച്ചു. അത് ഇടിച്ചപ്പോഴത്തേനും ആദ്യം ഇടിച്ച ബസ് വീണ്ടും വന്ന് ഒന്നുകൂടി ഇടിച്ചു. അപ്പം 3 പ്രാവശ്യം തുടരെ ഇതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് കഴിഞ്ഞു. ദൈവത്തിന്റെ കൃപയാൽ വണ്ടി ഉപയോഗശൂന്യമായി പോയി. കണ്ടവരൊക്കെ പേടിച്ചു പോയി. ഞങ്ങള് കൃപയാൽ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു വാഹനത്തിൽ, 5 പേരും സിസ്റ്റവും അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപയാല് ഞങ്ങൾക്ക് 5 പേർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ വണ്ണം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. അന്നൊരു ഈ ഇതേപോലെ തന്നെ നോമ്പിന്റെ കാലഘട്ടമായിരുന്നു. അപ്പം അവരെ ഒരു തൊട്ടടുത്തൊരു പള്ളി, ആ പള്ളിയിൽ അവരെ ആളുകളൊക്കെ ചേർന്ന് ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണം ചെയ്തു നിൽക്കുമ്പോൾ സംഭവം അവർ വിചാരിച്ച ആരും ബോംബിട്ടതാണെന്ന് വിചാരിച്ചത്. അത്രയ്ക്ക് ശബ്ദമായിരുന്നു അവര് പറഞ്ഞത്. അന്ന് ശക്തമായിട്ടുള്ള മഴയും. പിന്നെ ഞങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയെങ്കിലും നമുക്ക് KSRTCയുടെ ഭാഗത്തു നിന്ന് ഒരു രൂപ പോലും ലഭിക്കാത്ത സാഹചര്യം. നമുക്ക് പൊളിച്ചു കൊടുക്കേണ്ടി വന്നു. വെറും 15,000 രൂപയ്ക്ക് ആ വണ്ടി നമുക്ക് പൊളിച്ചു കൊടുക്കും. പിന്നീട് നമുക്കൊരു വണ്ടി ഉണ്ടായില്ല. പിന്നെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു 50,000 രൂപ തന്നു. പിന്നെ കുറച്ച് പൈസ മകളുടെ അക്കൗണ്ടിലുണ്ടായിരുന്നു. അതൊക്കെ കൂടി എടുത്തിട്ട് വേറൊരു വണ്ടി, ഒരു ആൾട്ടോ മേടിച്ചു. അതിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, അവിടെയും ദൈവം ഞങ്ങളെ സൂക്ഷിക്കുവാനായിട്ടായി. ഞങ്ങള് ഈ ആക്സിഡന്റെല്ലാം കഴിഞ്ഞ് പോലീസൊക്കെ വന്ന് പോയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി പള്ളിയുടെ മുമ്പിൽ, മുസ്ലിം പള്ളിയുടെ മുമ്പിൽ ഡ്രസ്സൊക്കെ മാറി വട്ടത്തിൽ നിന്ന് കൈപിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവദാസൻ പറഞ്ഞൊരു കാര്യം, ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൃപയാലാണ്. അദ്ദേഹം പറഞ്ഞു, നാളെ 5 വീട്ടിൽ നിലവിളി ഉയരേണ്ട സ്ഥാനത്ത് ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം നമ്മെ സൂക്ഷിക്കുവാനായിട്ടിടയായി. അത്രമാത്രം ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞുപോയി. കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ 5 വീടുകളാണ് അനാഥമാകുന്നത്. ഈ 5 വീട്ടിലുള്ള ദൈവദാസന്മാര് മരണപ്പെട്ടു കഴിഞ്ഞാൽ സഹോദരിമാര് കാര്യം പ്രയാസമാണ്, കുഞ്ഞുങ്ങളാരും പ്രയാസമാണ്. അങ്ങനെ അവർ ഉള്ള പശ്ചാത്തലത്തിലുള്ള ആളുകളാണ്. എങ്കിലും സകലതും അറിയുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം അവിടെയും ഞങ്ങളെ സൂക്ഷിക്കുവാനായിട്ടിടയായി. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, കോഴി തന്റെ കുഞ്ഞിനെ ചിറകിനടിയിൽ സൂക്ഷിക്കുന്നത് പോലെ സർവശക്തനായിരിക്കുന്ന ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചതുകൊണ്ട് അവിടെയും ഞങ്ങൾ വിടുവിക്കപ്പെടുവാനായിട്ടിടയായി. ഇന്ന് കൃപയാൽ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ ദൈവസഭയോടെ ചേർന്ന് കോഴിക്കോട് സെന്ററിന്റെ കീഴിൽ ഫറോക്കിൽ സുവിശേഷ പ്രവർത്തനം നടത്തുക. ഇന്നത്തെ പ്രവർത്തനം എന്ന് പറയുന്നതും പരസ്യയോഗങ്ങളും ട്രാക്ട് വിതരണങ്ങളും വീട് വിസിറ്റിങ്ങും പ്രയർ സെല്ലും പ്രാർത്ഥനാ ജേർണിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പൊ കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് എന്നെ ഉപദ്രവിച്ച ആ സ്ഥലത്തുനിന്ന് ഒരു സഹോദരൻ, സോനാബു എന്ന് പറയുന്ന സഹോദരനെ വിളിച്ചു. എന്നോട് പറഞ്ഞത്, അങ്ങളെ ഉപദ്രവിച്ച ആ ഗ്രാമത്തിൽ 98% ആളുകളും ഇന്ന് വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ. 98% എന്ന് വെച്ചാൽ അവിടെ പ്രയർ സെല്ലുകളും ആരാധനാലയങ്ങളും അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വലിയൊരു ദൈവപ്രവൃത്തി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവത്തിന് ഇഷ്ടമുള്ളതൊക്കെ ദൈവം ചെയ്യും. ദൈവത്തിന് എന്നെ അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടത്തി വിട്ടിട്ട് അവിടുത്തെ ആ ഗ്രാമത്തിലെ മർക്കവേട് എന്ന് പറയുന്ന ഗ്രാമത്തിലെ മുഴുവൻ ജനത്തെയും രക്ഷിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം എന്നെ എന്ത് ചെയ്തില്ല, കൈവിട്ടില്ല, ഉപേക്ഷിച്ചില്ല. ഇന്നും ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുന്നു എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെയും സകല മാനവും മഹത്വവും പുകഴ്ചയും ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഇത്ര സമയം എന്നെ ശ്രദ്ധിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ സാക്ഷ്യം പറയുവാനുള്ള ഒരവസരം ആരോമ TV ചാനൽ ഒരുക്കി തന്നതിന് ഇതിന്റെ അഡ്മിനോടും അതിന്റെ എല്ലാ സഹപ്രവർത്തകരോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായിട്ടുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായി അങ്ങേ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് എന്നെ നടത്തിയ വഴികളെ കുറിച്ച്, അവിടുന്ന് എന്നോട് കരുണ കാണിച്ചത്, എന്നെ കരുതിയത്, പരിപാലിച്ചത് എല്ലാം കർത്താവെ ഈ TV ചാനലിലൂടെ കർത്താവെ പറയുവാൻ
കർത്താവെ, അവിടുന്ന് ഇടയാക്കിയതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ സകല മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. ഈ കർത്താവെ, ആരോമ TV ചാനൽ പ്രോഗ്രാം, ഇതിന്റെ പ്രവർത്തനങ്ങളെ സ്വർഗം അനുഗ്രഹിക്കുമാറാകണം. ഇതിന്റെ ദൈവദാസനെ, കർത്താവിന്റെ അഡ്മിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന മറ്റ് എല്ലാ ദൈവദാസന്മാരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. ഈ പ്രവർത്തനം കർത്താവെ അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് തണുപ്പായി, അനേകർക്ക് ബലവും ശക്തിയുമായി, കരുത്തായി, അനേകർ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിന് കാരണമായി, അനേകർക്ക് പ്രത്യാശ വർദ്ധിക്കുന്നതിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവ്, എനിക്ക് ശേഷം ഇനിയും അനേകർ ഈ ഈ TV പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും അതിന് സാക്ഷ്യം പറയുവാനും കർത്താവെ ദൈവികമായ ആലോചനകളൊക്കെ പറയുവാൻ കർത്താവെ മുഖാന്തരമായി തീർക്കുമാറാകണം. അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എനിക്കിങ്ങനെ അവസരം ഒരുക്കി തന്ന എന്നെ പരിചയപ്പെടുത്തിയ പ്രിയ സഹോദരി ഐഡിയയും തന്റെ കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നപ്പ, അവരെയും കർത്താവ് സഹായിക്കുമാറാകണം, കൃപയിൽ താങ്ങുമാറാകണം. ഈ സാക്ഷി കേൾക്കുന്നവരെല്ലാവരും ജീവിതത്തിൽ അത് അനുഗ്രഹമായി, ആശ്വാസമായി, തണുപ്പായി മാറുവാൻ കർത്താവ് കൃപ ചെയ്യും. മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ കേൾക്കണം. പരിശുദ്ധനായ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് PJ അവറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്തായ പദ്ധതി അത് എത്ര വലുതാണ് എന്ന് അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ആർക്കും ആരോട് പറഞ്ഞാൽ അതൊരു പക്ഷെങ്കിൽ വിശ്വസിക്കത്തില്ല. എന്നാൽ അത് അനുഭവിക്കുന്ന വ്യക്തിക്ക്, അതിലൂടെ ജീവിക്കുന്ന വ്യക്തിക്ക് ആ ദൈവത്തെ എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. പ്രിയ തോമസ് പാസ്റ്റർ ആ ദൈവസ്നേഹത്തെക്കുറിച്ച്, ആ ദൈവീയ കരുതലിനെ കുറിച്ച്, ദൈവീയ പ്രവൃത്തികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടങ്ങിയപ്പോൾ മുതൽ ഈ നിമിഷം വരെ അസാധാരണമായ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ചെറുപ്പം മുതൽ തന്നെ 10 മക്കൾ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്തു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഒരു വലിയ ദൈവീയ തെരഞ്ഞെടുപ്പ് തന്നെ അതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. ആ കുടുംബത്തെ, ആ മാതാപിതാക്കന്മാരെ, ആ സഹോദരങ്ങളെ ഒക്കെ ഈ ഭൂമിയിൽ പ്രത്യേക ദൈവീയ പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം അയച്ചത്. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. പ്രിയ തോമസ് പാസ്റ്റർ വടക്കേ ഇന്ത്യയിലേക്ക് സുവിശേഷ ദൗത്യവുമായിട്ട് ഭോപ്പാലിലും ഛത്തീസ്ഗഡിലും ഒക്കെ ആയിരിക്കുമ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് നേരിട്ടതായ തിക്ത അനുഭവങ്ങളെക്കുറിച്ച്, നക്സലേറ്റുകളുടെ ഇടയിൽ ആരംഭിച്ച പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവിടെ വെച്ച് സുവിശേഷ വിരോധികളാൽ ഉണ്ടായ ആ പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ന് അവിടെ 98% ആളുകൾ യേശുവിനെ അറിഞ്ഞ് ദൈവമക്കളായിരിക്കുന്നു എന്ന് കേൾക്കുവാനും കഴിഞ്ഞു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചാകുന്നുവെങ്കിലോ അത് വളരെ ഫലം കായ്ക്കും. നമുക്ക് ഒരുപക്ഷെങ്കിൽ അടിയോ ഉപദ്രവമോ നിന്ദയോ പരിഹാസമോ ഒക്കെ താൽക്കാലികമായിട്ട് നമുക്ക് വേദന ഉളവാക്കുന്നതാണെങ്കിലും നമ്മെ അല്ലല്ലോ അത് അവർ ഉപദ്രവിച്ചത്. നമ്മിൽ വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണല്ലോ അവര് അവഗണിച്ചതും നിന്ദിച്ചതും അപമാനിച്ചതും ഉപദ്രവിച്ചതും ഉപേക്ഷിച്ചതും. കാരണം യേശു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ നമുക്കതൊക്കെ ഏൽക്കേണ്ടി വന്നത്. നാം യേശുവിനെ പ്രസംഗിക്കുന്നത് കൊണ്ടാണല്ലോ അതൊക്കെ നമുക്ക് സഹിക്കേണ്ടി വന്നത്. അങ്ങനെയെങ്കിൽ നമ്മെ അല്ല, നമ്മുടെ കർത്താവിനെയാണ് അവർ ഉപദ്രവിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശിലെ സ്നേഹം അവരുപദ്രവിച്ചാലും അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. യേശുവിനെ അവരുപേക്ഷിച്ചാലും കർത്താവ് അവരുടെ ഇടയിൽ നിന്ന് വിട്ടുപിരിയാതെ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നാം അതിനു വേണ്ടി ഒരു വിത്തായിട്ട് അവിടെ വിതയ്ക്കപ്പെട്ടു എന്ന് മാത്രം. എന്നാൽ ഇന്ന് ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു.
പ്രിയ തോമസ് പാസ്റ്റർ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയി. കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ നേരിട്ടതായ മാനുഷിക ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും വല്ലാതെ ജീവിതത്തെ ബുദ്ധിമുട്ടിച്ചു. എങ്കിൽ പോലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് ദൈവം ഉപയോഗിക്കുവാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രം, കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ വിവിധ നിലകളിലൂടെ അത് പണിയപ്പെടുവാനും ചില സന്ദർഭങ്ങളിൽ ഉടച്ചു വാർക്കുന്ന അനുഭവം പോലുള്ള ചില അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോയി. എന്നാൽ ദൈവത്തിന്റെ യജമാനന്റെ ഹൃദയപ്രകാരമുള്ള ഒരു പാത്രമായി പ്രയോജനപ്പെടുന്ന, കർത്താവിന്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു പാത്രമായി തീരേണ്ടതിന് ചില സന്ദർഭങ്ങളിൽ തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ചില വർഷങ്ങൾ, സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ഡയാലിസിസ് പേഷ്യന്റ് 5 വർഷം അല്ലെ 6 വർഷം വരെ ഡയാലിസിസ് ചെയ്ത് ജീവിച്ചിരിക്കും. അത് കഴിയുമ്പോൾ അവര് മരിച്ചു പോകുന്ന സംഭവങ്ങളാണ് എൻ്റെ അറിവിൽ ഞാൻ ഏറെക്കുറെ കേട്ടിട്ടുള്ളത്. എന്നാൽ പ്രിയ തോമസ് പാസ്റ്റർ 14 വർഷം ഡയാലിസിസ് ചെയ്തു എന്ന് കേട്ടപ്പോൾ, അതായത് 2500-ലധികം പ്രാവശ്യം ഡയാലിസിസ് ചെയ്ത ഒരു വ്യക്തി ഇന്ന് ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നു, കർത്താവിന് വേണ്ടി ദൈവം അയക്കുന്നിടങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നു, ശക്തമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? ആരുടെ കരമാണ്? ആരാണ് അതിന്റെ പിന്നിൽ? സ്തോത്രം. കേവലം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ, കേവലം അത് മണ്ണ് മാത്രമല്ല, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സ്പർശനം, ദൈവത്തിന്റെ കരത്തിന്റെ ആ ഒരു പ്രവൃത്തി നമ്മിൽ ഓരോരുത്തരിലും കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ആ ദൈവീയ അനുഭവം ദൈവദാസന്റെ ശരീരത്തിൽ ഇല്ല എങ്കിൽ ആമേൻ ഇന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഒരുപക്ഷെങ്കിൽ ഒരാൾ ഉണ്ടാകുമായിരുന്നില്ല. തീർച്ചയായിട്ടും കർത്താവിന്റെ ആ വലിയ സാന്നിധ്യവും സ്പർശനവും പ്രിയ തോമസ് പാസ്റ്ററുടെ ജീവിതത്തില് ആമേനെ കർത്താവ് പകർന്നു. ആമേൻ. ആ അത്ഭുത വിടുതലിന്റെ സാക്ഷ്യത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. ദൈവം എത്ര നല്ലവനാണ്, ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. സ്തോത്രം. ദൈവം തുറന്ന ആ നല്ല അനുകൂലമായ വാതിലുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവദാസൻ അനുഭവിക്കുന്ന ആ വിടുതലിനായി, അതിലുപരി കർത്താവിൽ അനുഭവിക്കുന്ന ആ സന്തോഷത്തിനായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുക. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ ഇനിയും അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുവോളം മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സ്വർഗം ആ കാലുകൾക്ക് ബലം ഏകട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സമയം വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഇത്രത്തോളം സമയം അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചതിന് ഒരു പ്രാവശ്യം കൂടെ ദൈവദാസനോടുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഈ വിടുതലിന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവർക്ക്, രോഗികളായിരിക്കുന്നവർക്ക്, നിങ്ങളുടെ സമസൃഷ്ടങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വിടുവിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ അടുക്കലേക്ക് ഈ സാക്ഷ്യം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് മുഴുവനും കേൾക്കാൻ പറയുക. അവരുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുക. ഒരുപാട് പേരുടെ വിടുതലിന് ഈ സാക്ഷ്യം ഉപകരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ ഈ ദിവദാസനെയും കുടുംബത്തെയും നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ സാക്ഷ്യം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അത് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ ഞങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിലും ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഫോൺ കോളുകൾ വിളിച്ചാൽ പലപ്പോഴും എടുക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ള കാര്യം കൂടി ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം നിങ്ങൾക്ക് രാത്രി 8:30 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും സംബന്ധിക്കാനുള്ള അവസരമുണ്ട്. അതിന് ഞങ്ങളെ ആമേനെ ബന്ധപ്പെടുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്.
അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.